ഓം ശാന്തി. പ്രഭാതം മുരളി 5-8-22. मीठे बच्चे समय बहुत थोड़ा है, इसलिए रूहानी धंधा करो, सबसे अच्छा धंधा है बाप और वर्षे को याद करना, बाकी सब खोटे धंधे. ഇന്ന് ബാബു പഠിപ്പിക്കുകയാണ്, മധുരമായ കുട്ടികളെ, സമയം ഇനി വളരെ കുറവാണ്, അതുകൊണ്ട് ആത്മീയ ജോലി ചെയ്യണം. ഏറ്റവും നല്ല ജോലിയാണ് ബാബയെയും സമ്പത്തിനെയും ഓർമ്മിക്കുക. ബാക്കിയെല്ലാം നഷ്ടക്കച്ചവടങ്ങൾ. ബാബ പറയുകയാണ്, സമയം വളരെ കുറവാണ്, സംഗമയുഗം തന്നെ വളരെ കുറവാണ്, അതില് ഇനിയുള്ള സമയം വളരെ കുറവാണ്. അതുകൊണ്ട് ഇനിയുള്ള സമയം നമ്മൾ ആത്മീയ ജോലി ചെയ്യണം. ഏറ്റവും നല്ലതാണ് ബാബയെയും സമ്പത്തിനെയും ഓർമ്മിക്കുക. ബാക്കിയെല്ലാം നമുക്ക് നഷ്ടമുണ്ടാക്കുന്ന കാര്യങ്ങളാണ്. ചോദ്യം: തും ബച്ചോं के अंदर कौन सी उत्कंठा होनी चाहिए? കുട്ടികളുടെ ഉള്ളില് ഏതൊരു ഉത്കണ്ഠ ഉണ്ടാകണം? ഉത്തരം: कैसे हम बिगड़ी हुई आत्मा को सुधारे, सभी को दुख से छुड़ाकर 21 जन्मों के लिए सुख का रास्ता बतावे, सबको बाप का सच्चा सच्चा परिचय दे, यह उത്കണ്ഠ तुम बच्चों में होनी चाहिए. ഈ ചീത്തയായി പോയ മനുഷ്യരെ എങ്ങനെ നന്നാക്കി എടുക്കാം, എല്ലാവരെയും ദുഃഖങ്ങളിൽ നിന്നും വിടുവിച്ച് 21 ജന്മത്തിലേക്ക് സുഖത്തിലേക്കുള്ള വഴി പറഞ്ഞു കൊടുക്കും, എല്ലാവർക്കും ബാബയുടെ സത്യസത്യമായ പരിചയം നൽകണം. ഈ ഉത്കണ്ഠ കുട്ടികളിൽ ഉണ്ടായി. അതായത് ഉത്കടമായ ആഗ്രഹം. ഉത്കണ്ഠ എന്ന് വെച്ചാൽ ഉത്കടമായ ആഗ്രഹം ഉണ്ടായിരിക്കണം. ആത്മാക്കളെല്ലാം തകർന്ന് നശിച്ചു കിടക്കാണ്, അവരെ പരിവർത്തനപ്പെടുത്തണം. ദുഃഖങ്ങളിൽ നിന്ന് മനുഷ്യനെ വിടുവിച്ച് 21 ജന്മത്തേക്ക് സുഖത്തിലേക്കുള്ള വഴി പറഞ്ഞു കൊടുക്കണം. എല്ലാവർക്കും ബാബയുടെ യഥാർത്ഥമായ പരിചയം, പരമാത്മാവ് ആരാണെന്നുള്ള സത്യമായ പരിചയം കൊടുക്കണം. ഈ ഉത്കടമായ ആഗ്രഹം കുട്ടികളിൽ ഉണ്ടാകും. ഗീതം: ഭോലാനാഥസെ നിരാല, ദൈവം നിഷ്കളങ്കരുടെ നാഥനാണ്. ഓം ശാന്തി. ഭോലാനാഥ് ബച്ചോं को ഓം ശാന്തി का अर्थ भी समझाते. ഭോലാനാഥനായ കുട്ടികൾക്ക് ഓം ശാന്തിയുടെ അർത്ഥവും ബാബ മനസ്സിലാക്കി തരും. खुद भी कहते हैं ഓം ശാന്തി, तो बच्चे भी कहते हैं ഓം ശാന്തി. ഈശ്വരൻ സ്വയം പറയുന്നു ഓം ശാന്തി, കുട്ടികളും പറയുന്നു ഓം ശാന്തി. यह अपना परिचय देना होता है कि हम आत्मा शांत स्वरूप शांतिधाम के रहने वाले. ഇത് തന്റെ പരിചയം നൽകുകയാണ്, നമ്മൾ ആത്മാക്കൾ ശാന്ത സ്വരൂപരാണ്, ശാന്തിധാം നിവാസികളാണ്. ഹമാര ബാബ ബി വഹാം രഹനെ വാല, നമ്മളുടെ ആത്മാക്കളുടെ അച്ഛനും അവിടെ തന്നെയാണ് കഴിയുന്നത്. ഭക്തി മാർഗമേം ബി ബാബ ബാബ കാത്തേഹി, ഭക്തിമാർഗത്തിലും ബാബ ബാബ എന്നാണ് പറഞ്ഞത്. ബൽ മനുഷ്യ ഗാത്തേഹി പരന്തുഹേ രാവൺ മതപ്പ, മനുഷ്യരിങ്ങനെ ബാബ ബാബ നമഃശിവായ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും രാവണ മതപ്രകാരം. രാവൺ വധ മനുഷ്യൻ കോ ബിഗാഡ്തിഹി, ഈ രാവണവധമാണ് മനുഷ്യനെ നശിപ്പിച്ചത്. രാവണൻ ഏറ്റവും നല്ല ഭക്തനാണ്, വിദ്വാനാണ്, വൈദികനാണ്, അല്ല എല്ലാ കാര്യത്തിലും നിപുണനായ ഒരു വ്യക്തിയായിട്ടാണ് രാവണനെ ചിത്രീകരിച്ചത്. അപ്പൊ ഈ കാലഘട്ടത്തിലെ മനുഷ്യർ എല്ലാ കാര്യത്തിലും, ഭക്തിയിലും എല്ലാ കാര്യത്തിലും വളരെ സമർത്ഥരാണ്. പക്ഷെ ഇരുട്ടിനെ വണങ്ങിയ കിടക്കുന്നത്. ബാബ ആക്കർ ബിഗഡിക്കോ ബനാത്തേഹി, അങ്ങനെ നശിച്ചു പോയവർ നന്നാക്കാനാണ് ബാബ വരുന്നത്. രാവൺ ബി ഏക് ഹേ രാമ ബി ഏക് ഹേ, രാവണനും ഒരാളാണ്, രാമനും ഒരാളാണ്. 5 വികാരം കോ മിലാക്കർ കാത്തേ ഹേ രാവൺ, ഈ 5 വികാരങ്ങളെ ഒന്നിച്ച് ചേർത്തിട്ടാണ് രാവണൻ എന്ന് പറയുന്നത്. രാവൺ അപ്പന രാജ്യ സ്ഥാപൻ കർത്തേ ഹേ ശോകവാടികാമേ വരുന്നേക്കാം, രാവണൻ രാവണന്റെ രാജ്യം സ്ഥാപിക്കാം. അതെന്തിനാണ്? ജീവാത്മാക്കളെ ശോകവാടികയിൽ ഇരുത്തണം. വഹ് ബിഗാഡ്തേ ഹേ വഹ് ബനാത്തേ, രാവണൻ നശിപ്പിക്കുന്നു, ബാബ നിർമ്മിക്കുന്നു. രാവൺ കോ മനുഷ്യനഹീം കഹാജാത, ഇനി രാവണൻ ഒരു മനുഷ്യനാണ്, രാവണൻ മനുഷ്യനാണ്, ദൈവവും മനുഷ്യനല്ല. പക്ഷെ രാവണന് ഒരു രൂപമില്ല. പരന്തു ദിഖാത്തേ ഹേ 5 വികാർ പുരുഷക്കെ 5 വികാർ സ്ത്രീക്ക്. 5 വികാരങ്ങൾ പുരുഷന്റെയും 5 വികാരങ്ങൾ സ്ത്രീയുടെയും ചേർത്തിട്ടാണ് 10 തല. അതായത് ഗൃഹസ്ഥാശ്രമമാണ് തുടക്കത്തിലുണ്ടായത്. ആ ഗൃഹസ്ഥാശ്രമം, പവിത്രമായ ഗൃഹസ്ഥാശ്രമമാണ് രാവണന് വണങ്ങിയത്. രാവൺ രാജ്യമേ ദോനോമേ വികാർ, ഈ രാവണ രാജ്യത്തിൽ 2 പേരിലും വികാരമുണ്ട്. തും ജാൻതേ ഹോ 5 വികാർ ഹമാരെ മേ ഭി ഥേ, നമുക്കും അറിയാം 5 വികാരങ്ങൾ നമ്മളിൽ ഉണ്ടായിരുന്നു.
അഭിഹം ശ്രീമത്ത് പർ നിർവികാരി ബനത്തെ ജാത്തെ. ഇപ്പോൾ നമ്മൾ ബാബയുടെ ശ്രീമത്തിലൂടെ ഈ 5 വികാരങ്ങൾ ഇല്ലാത്ത നിർവികാരികളാകുകയാണ്. ബിഗഡിക്കോ സുധാർ രഹേഹി. ആ മോശമായവരെ നമ്മൾ നന്നാക്കാണ്. ജൈസെ ബാബ സബ്കി ബിഗഡി ബനാത്തെ ഹെ, ബച്ചോ മേ ഭി യഹി ഉത്കണ്ഠ രഹനാ ചാഹിയെ കി കൈസെ ഹം ബിഗഡിക്കോ ബനാവെ. അങ്ങനെ അധപ്പതിച്ചു പോയ ആത്മാക്കൾ ഉയർത്തുന്നതാണ് ബാബ ചെയ്യുന്നത്. അതുകൊണ്ട് ബാബയുടെ കുട്ടികളിലും ആ ഉത്കടമായ ഒരു ആഗ്രഹം ഉണ്ടാകണം, എങ്ങനെ ഈ താണുപോയ ആത്മാക്കളെ ഉയർത്തിയെടുക്കാം. സബ് മനുഷ്യ മാത്ര ഏക് ദോക്കി ബിഗാഡത്തെ രഹത്തെ. ഇവിടെ എല്ലാവരും പരസ്പരം നശിപ്പിക്കണം. ബിഗഡിക്കോ സുധാരണെ വാല ഏക് ഹി ബാബ് ഹി. ഇങ്ങനെ നശിച്ചു പോയവരെ പരിവർത്തനപ്പെടുത്തുന്നത് ഒരേ ഒരു ബാബയാണ്. तो जैसे तुम सुधरे हो वैसे ताते लगी रहेगी कैसे जाकर दुखी आत्माओं की सहायता करें. ബാബ പറയാണ്, ഈ അധപ്പതനത്തിൽ നിന്ന് നമ്മൾ മാറി, അല്ലെ, നമുക്ക് ഒരു മാറ്റം വന്നു. അപ്പൊ അതുകൊണ്ട് നമുക്കും ഒരു ലഹരി അല്ലെങ്കിൽ നമ്മളൊരു കാര്യത്തിൽ മുഴുകണം. നമ്മുടെ മനസ്സിൽ വളരെ കടുത്തൊരു ആഗ്രഹം ഉണ്ടാകണം, ഈ ദുഃഖിക്കുന്ന ആത്മാക്കളെ സഹായിക്കണം. അപ്പൊ പല രീതിയിലാണ് ആളുകൾ സഹായിക്കുന്നത്. നമ്മളോട് ബാബ എന്താ പറഞ്ഞ, റുഹാനി സോഷ്യൽ വർക്കറാണ്. ആളുകള് ദുഃഖങ്ങൾ ഉള്ളവരോട് ദയവ് കാണുമ്പോഴാണ് വീട് വെച്ചു കൊടുക്കാന്ന് വിചാരിക്കും, ആഹാരം വാങ്ങിച്ചു കൊടുക്കാന്ന് വിചാരിക്കും, ജോലി വാങ്ങിച്ചു കൊടുക്കാന്ന് വിചാരിക്കും, അവർക്ക് എല്ലാ മാസവും എന്തെങ്കിലും കുറച്ച് പൈസ കൊടുക്കാന്നൊക്കെ വിചാരിക്കും. അതെല്ലാം ബാബ എന്താ പറയുന്നത്, താൽക്കാലികമായ സഹായം മാത്രം. അത് ഒരു ജന്മത്തേക്കുള്ള ഫലം കിട്ടും. പക്ഷെ നമുക്ക് അവർ ആത്മജ്ഞാനം കൊടുക്കുമ്പോഴോ അവരുടെ ദുഃഖങ്ങളെല്ലാം ഇല്ലാണ്ടാവും. ഈ ആത്മജ്ഞാനം കിട്ടിയാൽ ഒരു ഗുണം എന്താണ്, അവരുടെ ജീവിതത്തിലെ ദാരിദ്ര്യം മാറി. ഇവർ സമ്പന്നരാവില്ലായിരിക്കും ഈ ജന്മത്തിൽ, പക്ഷെ അവരുടെ ദാരിദ്ര്യം മാറുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ആത്മജ്ഞാനം കിട്ടി പരമാത്മാവിനെ അച്ഛൻ എന്ന് വിളിച്ചാൽ ദാരിദ്ര്യം ഉണ്ടാവില്ല. അപ്പോൾ ബാബ പറയാണ്, ഈ സഹായം ദുഃഖിതരായ ആത്മാക്കൾക്ക് കൊടുക്കാനുള്ള ഒരു വിചാരം ബാബയുടെ കുട്ടികൾക്ക് ഉണ്ടാവണം. ബാബാക്ക് ജോ ഉത്കണ്ഠാഹി വഹ സബൂത്ത് ബച്ചേ ഹി പൂരി കർ സക്തേ. ബാബയുടെ ഈ ഉത്കടമായ ആഗ്രഹം, ഈ ഉത്കണ്ഠ, അത് സുപുത്രന്മാരായ കുട്ടികൾക്ക് പൂർത്തീകരിക്കാൻ പറ്റും. ബച്ചോം കി ബുദ്ധിമേം ഉത്കണ്ഠ രഹനി ചാഹിയെ കി കൈസെ കിസ്കി ബിഗാടി കോ ബനായി. ഇതിനൊക്കെ വേണ്ടത് എന്താണ്, ഉള്ളിലൊരു വിചാരം, ഒരു ശക്തമായ ഒരു വിചാരം വരണം. മനുഷ്യര് വളരെ ദുഃഖത്തിലാണ്. അപ്പൊ ഈ ദുഃഖിതരായ മനുഷ്യര് നമുക്ക് എങ്ങനെ സഹായിക്കാൻ പറ്റും? ഒരാൾക്ക് രോഗം വന്നു, അല്ലെ ഒരാൾ മരിച്ചുപോയി, അല്ലെ, പട്ടിണിക്കാണെങ്കിൽ എന്തെങ്കിലും ആഹാരം മേടിച്ചു കൊടുക്കാം. പക്ഷെ മരണദുഃഖമൊക്കെ എങ്ങനെ ഇല്ലാണ്ടാക്കാൻ പറ്റും? ഇനി ലോകത്ത് ബാബ എപ്പോഴെന്താ പറഞ്ഞ്, ദുഃഖത്തിന്റെ മലകളാണ് ഇടിഞ്ഞു വീഴാൻ പോകും. അപ്പൊ അവർക്ക് എങ്ങനെ ഒരു മുന്നറിയിപ്പെങ്കിലും കൊടുക്കാൻ പറ്റും? അപ്പൊ ബാബ പറയണം, അതിന് ഉത്കടമായൊരു ആഗ്രഹം നമുക്ക് ഉണ്ടായിരിക്കണം. മിത്ര സംബന്ധിയും കോബി സമച്ചാനാ ചാഹിയെ. ബന്ധുമിത്രാദികൾക്കൊക്കെ ഇത് നമ്മൾ പറഞ്ഞു കൊടുക്കണം. ഉൻകി ബി രാസ്ത ബദായും, അവർക്കും ഒരു വഴി കാണിക്കണം. ദുഃഖി ജീവ് ആത്മാവും കോ 21 ജന്മം കെ ലിയെ സുഖി ബനായും ഫിർ ഭി ഹമാരെ ഭായി ബഹൻ ഹെ ബഹുത് ദുഃഖി അശാന്ത് ഹെ. ദുഃഖിതരായ ജീവാത്മാക്കളെ 21 ജന്മത്തേക്ക് നമ്മൾ സുഖമുള്ളവരാക്കണം. അവര് നമ്മുടെ സഹോദരി സഹോദരന്മാരല്ലേ, വളരെ ദുഃഖിതരാണ്, അശാന്തരാണ്. ഹം തോ ബാബാ സെ വർഷ ലേ രഹാ ഹെ തോ ഖ്യാൽ ആനാ ചാഹിയെ കി കൈസെ ജാക്കർ കിസ്കോ സമझാए. നമ്മളിപ്പോൾ എന്തായാലും ഈശ്വരന്റെ അടുത്ത് നിന്ന് സ്വത്തെടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്കൊരു ചിന്ത വരണം, എങ്ങനെ മറ്റുള്ളവർക്ക് ഇത് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റും? ഭാഷണം കരൽ. നമ്മളെല്ലാവരും എന്ത് ചെയ്യണം, ഭാഷണം ചെയ്യാനൊക്കെ പഠിക്കണം. ഘർ ഘർ ജായി മന്ദിരമേ ജായി. അമ്പലങ്ങളിലേക്ക് പോകും. വീട് വീടാന്തരം നമ്മൾ പോയിട്ട് ഒരു നോട്ടീസ് കൊടുക്കണം, കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. നമുക്ക് മടുപ്പ് വരുന്നത് എന്തുകൊണ്ടാണ്? മടുപ്പ് വരുന്നത് ഉത്കടമായ ആഗ്രഹമില്ലാത്തതുകൊണ്ടാണ്. ഏത് നല്ല കാര്യത്തിനും ഒരു മടുപ്പുണ്ടാകും. കാര്യത്തിന് അത് ടഫ് ആയതുകൊണ്ടാണ് മടുപ്പ്. അപ്പൊ അതുകൊണ്ടാണ് ഇന്നലെ ബാബ വരദാനത്തിൽ എന്ത് പറഞ്ഞു, ഞാൻ നിങ്ങളുടെ കൂട്ടുകാരൻ മാത്രമല്ല, ഞാൻ നിങ്ങളുടെ കൂടെ നിന്ന് ജോലി ചെയ്യുന്ന ആളാണ്. അപ്പൊ ഏറ്റവും മടുപ്പുള്ളതും അല്ലെങ്കിൽ ഏറ്റവും ടഫായ ഒരു പരിപാടിയാണ് ഈ അറിവ് മടുക്കാണ്ട് എത്തിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിന് നമ്മൾ ഉത്സാഹമുള്ളവരാക്കണം. അതിനെ ബാബ പറഞ്ഞു, ഞാൻ നിങ്ങളുടെ കൂടെ നിൽക്കാം. അപ്പൊ എല്ലാ വീടുകളിലും നമ്മൾ പോകണം, അമ്പലങ്ങളിലും പോയിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം, നോട്ടീസ് കൊടുക്കണം. പിന്നെ ഇന്നലെ ബാബ ഒരു പോയിന്റ് പറഞ്ഞ എന്താണ്, താല്പര്യമില്ലാത്തവരുടെ പിറകെ പോയി വെറുതെ സമയം കളയണ്ട. അപ്പൊ അവർക്ക് താല്പര്യമില്ലാന്ന് കാണുമ്പോൾ നമ്മൾ മാറും. അപ്പൊ നമ്മൾ ഇന്നലെ ഒരു അമ്പലത്തിൽ ഒരു സ്റ്റാള് തുടങ്ങി, പൂച്ചാക്കൽ അമ്പലം. അപ്പൊ അവിടെയുള്ള മാതാക്കൾ പോയി അമ്പലക്കാരെ കണ്ട്, അപ്പൊ അമ്പലത്തിന്റെ സെക്രട്ടറി ഓക്കെ എന്ന് പറഞ്ഞു. പക്ഷെ അവിടെ ചെന്നപ്പോൾ അത്ര ഓക്കെ അല്ല. നമ്മുടെ സാധനങ്ങൾ മഴയും ഭയങ്കര വെയിറ്റ് അല്ലേ. ഞങ്ങൾ 3 പേര് അവിടെ പോയിരുന്നു. ഇവിടെ 4-5 പേര് പൊക്കി തരാണ് ചെയ്തത്. അപ്പൊ അവിടെ ഇറക്കി വിളിച്ചപ്പോ അവിടെ ഇടാം ഇവിടെ ഇടാന്നൊക്കെ പറഞ്ഞെങ്കിലും പ്രസിഡന്റ് ഒന്ന് പറഞ്ഞു, ഇതൊക്കെ എല്ലാവരും കൂടെ ആലോചിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പൊ നമ്മളെല്ലാം ആലോചിക്കേണ്ട. ഒരാൾ ഓക്കെ എന്ന് പറഞ്ഞു. ഇപ്പൊ ഇവിടെ ഒരാൾ ഇവിടെ ഒന്ന് 10 കസേര വേണമെന്ന് പറഞ്ഞു. അപ്പൊ എന്റെ അടുത്ത് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, എടുത്തോ, ഒരു കുഴപ്പമില്ല എന്നുള്ളത്. പക്ഷെ എന്റെ ഡ്യൂട്ടിയാണ് വിശ്വാസിസ്റ്റോട് പറയണം, അല്ലാതെ ഞാൻ ചെയ്യേണ്ട കാര്യം. പക്ഷെ ഞാൻ ഓക്കെ എന്ന് പറഞ്ഞാൽ പിന്നെ അവര് വന്നിട്ട് പറ്റത്തില്ല എന്ന് പറയുമ്പോൾ ഒരു ബുദ്ധിമുട്ടായിരിക്കും.
എന്തായാലും അവര് നല്ല ആൾക്കാരാണ്. അവര് പന്തലുകാരെ വിളിച്ച് വേറൊരു നല്ല പന്തലിട്ടു. ഒരു മഴയും കൊള്ളാത്ത വിധത്തില് നല്ലൊരു പന്തലിട്ടു. അപ്പൊ അവിടെ അത് ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റി. അവര് തന്നെ വിളക്ക് കൊളുത്തി. അപ്പൊ അത് നല്ലതാണ്. അതാണ് ബാബ പറയുന്നത്, വിഘ്നങ്ങൾ നമ്മളെ ശക്തിശാലിയാക്കാൻ വരുന്നതാണ്. വലിയ വിഘ്നമൊന്നും ഉണ്ടായില്ല, എന്നാലും ഒരു ചെറിയൊരു തടസ്സത്രേ ഉള്ളൂ. പണ്ടൊക്കെ വിഘ്നങ്ങൾ. പക്ഷെ അത് കഴിഞ്ഞിട്ട് ബാബ ഇടപെട്ടത് ശരിയാക്കും. അപ്പൊ നമുക്കൊരു അനുഭവം നൽകുന്നല്ലോ. അപ്പൊ ഇനി അവിടെ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ഇതൊക്കെ എത്ര പ്രാവശ്യം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ബാബ പറഞ്ഞു എത്ര പ്രാവശ്യമല്ല, ഒരു ശരിയായ സത്യമായ നല്ല കാര്യം ബാബ പറഞ്ഞു അത് മരണം വരെ പറഞ്ഞുകൊണ്ടിരിക്കും, വിനാശം വരെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇത് ബാബ സത്യമായ കാര്യമല്ലേ പറയും. അപ്പൊ അവിടെ വരുന്ന ആൾക്കാർക്ക് നോട്ടീസ് കൊടുക്കണം. അവിടെ ചിത്രങ്ങളുണ്ട്, കുറച്ചൊക്കെ പറഞ്ഞു. അപ്പൊ അതാ ബാബ പറഞ്ഞു, നിങ്ങളൊന്ന് പഠിക്കുന്നതൊക്കെ പറഞ്ഞു കൊടുക്കാൻ അവസരങ്ങൾ നമുക്ക് കിട്ടാല്ലേ. പക്ഷെ അതിന് ആദ്യം വേണ്ട എന്താണ്? ഇത് എല്ലാത്തിനും ഒരു പരിഹാരമായ ഒരു ജ്ഞാനമാണെന്നൊരു തോന്നൽ വരും. ബാബ മദ് ദേത്തെ ഹി മന്ദിരമേ ബഹുത് സർവീസ് കർ സക്തേ ഹോ. ബാബയുടെ ഉപദേശം എന്താണ്? അമ്പലങ്ങളിൽ ധാരാളം സേവ ചെയ്യാൻ പറ്റും. ഭക്ത് ബഹുത് ഹെ അന്ധശ്രദ്ധാസെ ശിവക്കെ മന്ദിരമേ ബഹുത് ജാതെ. ഭക്തര് ധാരാളമുണ്ട്. അന്ധവിശ്വാസത്തിൽ ധാരാളം പേരെ ശിവക്ഷേത്രങ്ങളിലൊക്കെ പോകുന്നു. അവർക്ക് ശിവനാരാന്ന് പറഞ്ഞു. അന്തർമേ കൊയ്യന കൊയ്യ് ആശ രഹിക്കർ ജാത്തെ. എന്തെങ്കിലും ഉള്ളിലൊരു ആഗ്രഹമായിട്ടാണ് ഭക്തരധികവും പോകുന്നത്. യഹിനഹിം സമചിത്തേക്ക് ശിവ ഹമാര ബാപ്പി. ആരെങ്കിലും അമ്പലത്തിലെ ശിവൻ എന്റെ അച്ഛനാന്നും പറഞ്ഞു പോകുന്നു. ശിവൻ എന്റെ അച്ഛനാണെങ്കിൽ പിന്നെ എങ്ങും പോകേണ്ട കാര്യമുണ്ട്. എന്നാലും ബാബ നമ്മളോട് എന്താ പറഞ്ഞ്, ഈ ദ്വാപരം പോലൊരു ആചാരം വേണ്ട, അത് ഞാൻ നിർത്തലാക്കാണെന്ന് പറഞ്ഞു. അതെന്താ ആചാരമായി? മുരളി മനനമൊക്കെ ചെയ്യണ്ടേ, കുറച്ച് ചിന്തിക്കുകയൊക്കെ വേണ്ട ഇടയ്ക്ക്. ഇഷ്ടംപോലെ സമയമില്ലേ. അപ്പം കുറച്ച് പോയിന്റൊക്കെ മുരളിയിൽ ഇങ്ങനെ ഓർമ്മിക്കണം. അതിന് പല പ്രാവശ്യം വായിക്കേണ്ടി വരും. അല്ല, അപ്പൊ ഇന്നലെ പറഞ്ഞത് ബാബയ്ക്ക് ഇഷ്ടമല്ലാത്തൊരു ആചാരമാണ്. അത് ദ്വാപരത്തിൽ തുടങ്ങിയതാണ്. ഈ കാല് തൊട്ട് വന്ദിക്കുക. ബാബർ എന്തിനാ അങ്ങനെ കാല് തൊടേണ്ട കാര്യം? അല്ലെ, അത് ബാബർ ആദരവ് വേണം, പക്ഷെ കാല് തൊടേണ്ട കാര്യം എന്താ? അപ്പൊ ബാബ പറയാണ്, ഈ ശിവനെന്റെ അച്ഛനാന്ന് പറഞ്ഞാൽ പിന്നെ എനിക്ക് എന്താ പ്രശ്നം? പിന്നെ എനിക്ക് എങ്ങും പോകേണ്ട കാര്യം. പിന്നെ ഇന്നലെ ബാബ വേറൊരു കാര്യം കൂടി പറഞ്ഞു. ലൈലാ സിസ്റ്ററോട് പ്രത്യേകം പറഞ്ഞു, മാതാക്കളോട് പ്രത്യേകം പറഞ്ഞു. അതെന്താണ്? എന്റെ അടുത്ത് ഒരു കൃപയും ചോദിച്ചേക്കരുത്, പരിശ്രമിക്കണം. ഞാൻ തന്നിരിക്കുന്ന അറിവിന്റെ ആധാരത്തിൽ പരിശ്രമിച്ച് ഭാഗ്യമുണ്ടാകും. അതല്ലാണ്ട് കൃപ ചോദിച്ച് വെറുതെ സമയം കളയണത്. അങ്ങനെ ഒരു അധ്യാപകനാരോട് കൃപയൊന്നും കാണിക്കാൻ പറ്റില്ല. പഠിപ്പിക്കും, അവർ ഞാൻ നല്ല രീതിയിൽ പഠിപ്പിക്കുന്നുണ്ട്. പഠിക്കണം, പരിശ്രമിക്കണം. അമർനാഥ് पर യാത്ര करने क्यों जाते? ആളുകൾ എന്തിനാ ഈ അമർനാഥത്തിലേക്കൊക്കെ പോകുന്നത്? ഡർ യാത്രികോं को ब्राह्मण लोग व सन्यासी ले जाते. ഇത് ഈ സന്യാസിമാരും ബ്രാഹ്മണരൊക്കെ ധാരാളം യാത്രക്കാരെ കൊണ്ടുപോകാൻ. ഭക്തിമാർഗ കാ ധന്ദ ഇസ്സേ തോ സുധാരെങ്കി നഹീ. അത് ഭക്തിമാർഗത്തിലെ ഒരു ജോലിയാണ്. അതിൽ കൂടെ ഒന്നും ആളുകൾ നന്നാവില്ല. ഭോലാനാഥ് ബാപ്പഹി ആക്കർ ബിഗടിക്കോ പിന്നാതെ. ആ നിഷ്കളങ്കരുടെ നാഥനായ ബാബ വന്നിട്ടാണ് ഈ നശിച്ചുപോയ, അധപ്പതിച്ചു പോയ ആത്മാക്കളെ ഉയർത്തുന്നത്. വഹ് വിശ്വ രചയിത അഥവാ മാലിക് ഹെ ലേക്കിൻ ഖുദ് നഹീം ബൻതാ. ഈശ്വരൻ ഈ സൃഷ്ടിയുടെ അധികാരിയാണ്, രചയിതാവാണ്, പക്ഷെ സ്വയം ഈ ലോകം ഭരിക്കില്ല. മാലിക് തും ബച്ചോം കോ ബനാത്തെ ഹി. അല്ലെ, ബാബ തന്റെ കുട്ടികളെയാണ് അധികാരിയാക്കും. അതുകൊണ്ടാണ് അധികാരികളോട് ബാബ പറഞ്ഞു, നിങ്ങൾ എന്റെ കാലത്തും പിടിക്കണ്ട. പരന്തു ബഹു ഊഞ്ച് ഹെ ഉൻസെ വർഷ മിൽ രഹാ ഹെ. പക്ഷെ ബാബ ഉയർന്ന ആളാണ്, ബാബയിൽ നിന്നാണ് സമ്പത്ത് കിട്ടുന്നത്. തുമക്കോ ദിൽമേം ആനാ ചാഹിയെ കി കൈസെ ഹം ഭായി ബഹനോം കോ രാസ്ത ബതായേ. നമുക്കൊരു യഥാർത്ഥമായ വഴി കിട്ടിയല്ലോ. ഇനി നമ്മുടെ ഉള്ളിൽ എന്താണ്? ഇത് സത്യമാണ്, ആരെങ്കിലും പറ്റിക്കുന്ന വഴിയോ? നമ്മൾ സ്വയം ചിന്തിക്കുന്നത് ഇത് പറ്റിക്കാനാണ്. ഇതിൽ എന്തെങ്കിലും ഒരു ഇതുണ്ടോ? എന്തെങ്കിലും ഒരു ഹിംസയുടെയോ നെഗറ്റീവായോ കാര്യമാണ്, എന്തെങ്കിലും ഒരു 0.01% നെഗറ്റീവ് ഉണ്ടെങ്കിൽ പറയണ്ട. ഇതിൽ ഈ ജ്ഞാനത്തിന്റെ ഒരു പ്രത്യേകത എന്താണ്? 0.01% നെഗറ്റീവ് ഇല്ല. ഇപ്പൊ ഇന്നലെ നമ്മൾ ചെന്നത് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലാണ്. അപ്പൊ ശിവലിംഗമാണല്ലോ. അപ്പൊ പുള്ളിയൊന്നും അങ്ങനെയൊന്നും ഇല്ല. കാര്യം നമ്മളെല്ലാവരും ശിവക്ഷേത്രത്തിലും കൃഷ്ണക്ഷേത്രത്തിലൊക്കെ പോകും. അപ്പൊ ഇത് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം പറഞ്ഞു. ശ്രീകൃഷ്ണൻ വരാൻ പോകുന്ന വൈകുണ്ഠനാഥനാണ്, ശിവൻ എല്ലാവരുടെ അച്ഛനാണ്. അപ്പൊ ശ്രീകൃഷ്ണൻ നിഷേധിക്കുന്നുണ്ടോ? ശ്രീരാമനെ നിഷേധിക്കുന്നുണ്ടോ? ദേവിയെ നിഷേധിക്കുന്നുണ്ടോ? ഒന്നും നിഷേധിക്കുന്നില്ല. ഇനി ക്രൈസ്തവ ധർമ്മത്തെ നിഷേധിക്കുന്നുണ്ടോ? ഇസ്ലാം ധർമ്മത്തെ നിഷേധിക്കുന്നുണ്ടോ? ഒന്നുമില്ല. അപ്പൊ പറയും ഈ ധർമ്മങ്ങളെല്ലാം എന്നെ തന്നെയാണ് ചൂണ്ടിക്കാണിച്ചത്, അവരവരുടെ സമയത്ത് ഡ്രാമ അനുസരിച്ച് വാങ്ങിയത്. ഇനി ഏതെങ്കിലും ഒരാളോട് വെറുപ്പ് വയ്ക്കണമെന്ന് ബാബ പറയുന്നത്. ബാബ എപ്പോഴും എന്താ പറയുന്നത്? എത്ര ദുഃഖം നമുക്ക് നൽകുന്ന ഒരാളെ പോലും നമുക്ക് സ്നേഹിക്കാൻ പറ്റണം, അല്ലെ? എപ്പോഴും ഇന്നലെ എടുത്തു പറഞ്ഞൊരു പോയിന്റ് എന്താണ്? ഇന്നുണ്ട് ക്രോധത്തിന്റെ അംശം നമ്മളിൽ ഉണ്ടാകാൻ പാടില്ല. അപ്പൊ ഏത് രീതിയിൽ നോക്കുകയാണെങ്കിലും ആളുകൾക്കോ സമൂഹത്തിനോ ഒരു ദോഷം വരാത്ത ജ്ഞാനം. റഷ്യയിൽ ബ്രഹ്മമാരിസിൽ എത്രയോ സെന്റർ ഉണ്ട്. അത് തുടങ്ങിയ സമയത്ത് പക്ക കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ്. അപ്പൊ അവര് ഇതൊരു ഒരു മതസംഘടന വല്ലതും അല്ലേ? ഈ ഇതൊക്കെ കാണുമ്പോൾ അവർക്ക് വേണമെങ്കിൽ തടുക്കാം. പക്ഷെ അവരെ അന്വേഷിക്കാതിരിക്കും. ഇല്ല, റഷ്യ പോലുള്ള രാജ്യങ്ങൾ ഒരിക്കലും അന്വേഷിക്കാതിരിക്കില്ല.
ഇന്ത്യൻ ഗവൺമെന്റ് ആയിക്കോട്ടെ, അവരും സീക്രട്ടായിട്ട് എല്ലാ സംഘടനകളെയും വിലയിരുത്തുന്നുണ്ട്. നമ്മൾ അറിയാണ്ട് തന്നെ നമ്മുടെ സംഘടന വിലയിരുത്തും. പണ്ട് ഇവിടെ വരുമായിരുന്നു, ഓരോ റിപ്പോർട്ടൊക്കെ ചോദിച്ചു, ഓരോ പരിപാടി കഴിയുമ്പോൾ അവർ വരും. അപ്പൊ എല്ലാ സംഘടനകളെയും ഗവൺമെന്റിന്റെ ചാരന്മാര് നിരീക്ഷിക്കുന്നു. കാര്യം ഇവര് എന്തെങ്കിലും ചെയ്യുന്നു. അപ്പൊ എന്തുകൊണ്ടാണ് ഗവൺമെന്റ്, ഇപ്പൊ തന്നെ നമുക്ക് ആലപ്പുഴ ജില്ലയിലെ എല്ലാ പോലീസ് സ്റ്റേഷനിലും നിങ്ങൾ പോയി ക്ലാസ് എടുത്തോളം പെർമിഷൻ തരും. അപ്പൊ അങ്ങനെ തരുന്നത് എന്തുകൊണ്ടാണ്? അതായത് ഇതിലൊരു മതപരമായ വിഭാഗീയത ഇല്ലെന്നും ഇത് സമൂഹത്തിൽ ഒരു വിധത്തിലും ഹാനികരമല്ലെന്നും മനസ്സിലാക്കുന്നതുകൊണ്ടാണ് ഈ സർക്കാർ പോലും അതിന് ചെയ്തത്. പിന്നെ ഒരു ഏകദൈവതയിൽ ഒരു കോർത്തിണക്കുന്നുണ്ട്. അപ്പൊ ബാബ തന്നിരിക്കുന്ന ജ്ഞാനം നമുക്ക് തുറന്നു പറയാം, യാതൊരു കുഴപ്പമില്ല. പിന്നെ കുറെ പേര് സ്വീകരിക്കുന്നില്ല. ആദ്യകാലത്ത് കുറെ പേര് എതിർത്തിരുന്നു. ബാബ പറഞ്ഞാൽ അത് അവരുടെ വിശ്വാസം അനുസരിച്ച് അവർ എതിർക്കും. പക്ഷെ നമ്മുടെ സത്യം നമ്മൾ പറയാതിരിക്കേണ്ട കാര്യം എന്താ? അപ്പൊ ബാബ പറയാണ്, നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഒരു തോന്നൽ വരണം, എന്റെ സഹോദരി സഹോദരന്മാർക്ക് ഈ വഴി പറഞ്ഞു കൊടുക്കും. കിസ്കോ ദുഃഖി രോഗി ദേഖാ ജാത്താ ഹേ തോ രഹമാത്താ ഹേ. ഒരാള് നമ്മൾ വളരെ ദുഃഖിക്കുന്നതായിട്ടും ഒരാൾ രോഗിയായിട്ടും കാണുമ്പോൾ മനസ്സിലൊരു ദൈവം വരാറുണ്ട്. ബാബ കാത്തെ ഹേ അഭി ഹം തുംകോ ഐസാ സുഖി ബനാത്തെ ഹേ ജോ ആധാ കൽപ്പിക്കലിയ രോഗി നഹിം ഹോങ്കെ. ബാബ പറയാണ്, ഞാൻ നിങ്ങളെ അത്രയും സുഖമുള്ള ഒരാളാക്കാണ്, അരക്കൽപ്പത്തേക്ക് നിങ്ങൾക്ക് യാതൊരു രോഗവും ഉണ്ടാവില്ല. തും ബച്ചോംകോ അവരോംകോ ബി സുഖദാം കാ രാസ്ത ബതാനായി. അവൾ കുട്ടികൾ എന്ത് ചെയ്യണം? മറ്റുള്ളവർക്കും സുഖധാമത്തിലേക്കുള്ള വഴി പറയാനേ ബാബ പറയുന്നു. നമുക്ക് ആരെയും കൊണ്ടുപോകാനൊന്നും പറ്റും. ഓരോരുത്തരുടെ തലയിലെഴുത്തിലുണ്ടാവും. തലയിലെഴുത്തില്ലാത്തതൊന്നും ദൈവം വിചാരിച്ച പോലും മാറ്റാൻ പറ്റത്തില്ല. പക്ഷെ എല്ലാവർക്കും ഒന്ന് അറിവ് കൊടുത്തേക്കണം. അപ്പൊ തലയിലെഴുത്തുള്ളവര് അവരുടെ എഴുത്തുണരും. സർവീസ് കി ഉത്കണ്ഠ വാലെ ഏക് ജഗ രഹ നഹി സകേങ്കെ. ഈ സേവനത്തിൽ ഉത്കടമായ ആഗ്രഹമുള്ളവരെ ഒരു സ്ഥലത്ത് അങ്ങനെ ഇരിക്കില്ല. സമച്ചെങ്കെ ഹംബി ജാക്കർ കിസ്കോ സുഖദാം കാ രാസ്ത ബതായി. നമ്മളും പോയിട്ട് ബാക്കിയുള്ളവർക്ക് സുഖധാമത്തിലേക്കുള്ള വഴി പറഞ്ഞു കൊടുക്കണം. ബാബ തോ ബഹുത്ത് ലലക്കാർ കർത്തെ. ബാബ കുട്ടികളെ എപ്പോഴും വെല്ലുവിളിക്കാൻ അത്ര ഉത്സാഹം കൊടുക്കണം. അവിനാശി ജ്ഞാന രത്നം കി ഭൂരി ധാരണ ഹോഗി തോ ബഹു തംകാ കല്യാൺ കാ സക്തെ. ഈ അനശ്വരമായ ജ്ഞാനരത്നങ്ങൾ നമ്മൾ നന്നായി ധാരണ ചെയ്യുകയാണെങ്കിൽ ധാരാളം പേരുടെ മംഗളം ചെയ്യാൻ പറ്റും. ഈ രാജായിക്ക് സ്ഥാപനമേ പൈസയ്ക്ക് ദർക്കാർ നഹി രഹത്തെ. പറഞ്ഞു, ഈ രാജ്യം സ്ഥാപിക്കുന്നതിൽ പൈസയുടെ അങ്ങനെ ആവശ്യമൊന്നുമില്ല. ഓ ലോകത്തോ ആപസ്മേഹി ലടുത്തെ ജഗടത്തെ രഹത്തെ രാവണിക്ക് മതം. ഈ ലോകരാണെങ്കിൽ എത്ര ധനം മുടക്കിയിട്ടാണ്. ഇപ്പോ ഒരു ദിവസം 15,000 കോടി രൂപയ്ക്ക് റഷ്യ മുടക്കും ആളുകളെ കൊല്ലാൻ വേണ്ടി. ദുഃഖമല്ലാണ്ട് എന്തെങ്കിലും വിതയ്ക്കുന്നുണ്ട്, അസ്വസ്ഥതയും ദുഃഖവും. എത്ര കോടി രൂപ ഒരു ദിവസം മുടക്കുന്നത്? ബാബു പറഞ്ഞു, ഇവിടെ അങ്ങനെ വല്ല പൈസ ചെലവുണ്ടോ? ആളുകൾ പരസ്പരം അടിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ രാവണ മതപ്രകാരം. ഹം രാവൺ സെ രാജ് ചിന്തഹി. ഈ രാവണനിൽ നിന്നും ഈ രാജ്യം നമ്മൾ അപഹരിക്കണം. രാമരാജ് രാമദ്വാരാഹി മിൽത്താഹി. രാമരാജ്യം രാമനിലൂടെ മാത്രമേ കിട്ടൂ. സത്യവുമേം രാമരാജ് ശുരു ഹോത്താഹി. യഹം കലിയുഗമേം രാമരാജ് കഹം സേ ആയ. സത്യയുഗത്തിലെ രാമരാജ്യം ആരംഭിക്കും. ഈ കലിയുഗത്തിലെ രാമരാജ്യം എവിടുന്ന് വരാനാണ്? യഹത്തോ രാവൺ രാജ്യ സബ് ദുഃഖി. ഇത് രാവണ രാജ്യമാണ്, എല്ലാവരും ദുഃഖിതരാണ്. യഹ് ബാത്തും സബിക്കോ സമച്ചാ സക്തേഹു. ഈ കാര്യങ്ങള് എല്ലാവർക്കും പോയി പറഞ്ഞു കൊടുക്കാൻ പറ്റും. പഹലെ ഉനം സമച്ചാനഹേ ജോ ഗരീബ് വ്യാപാരി. ബാബ പറഞ്ഞു, ഈ സാധാരണക്കാര്, വ്യാപാരികള്, അങ്ങനെയുള്ളവർക്ക് നിങ്ങൾ ആദ്യം പോയി പറഞ്ഞു കൊടുക്കും. ബാക്കി ബെഡെ ആത്മീയത്തോ കഹേങ്കി ഹംകോ ഫുർസത്ത് നഹി ഹേ ഹം ബിസി. വലിയ വലിയ ആളുകൾ എന്ത് പറയും? ഞങ്ങൾക്ക് സമയമില്ല, ഞങ്ങൾ വളരെ ബിസിയാണ്. സമച്ചിത്തേഹി ഹം ഭാരതക്കോ സ്വർഗ് ബനാ രഹാഹി പ്ലാൻ കർത്തേ രഹത്തേഹി. അവരെന്താ പറയുന്നത്? ഞങ്ങൾ ഭാരതത്തെ സ്വർഗമാക്കിക്കൊണ്ടിരിക്കുകയാണ്, അതിനുള്ള പദ്ധതികൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ലേക്കിൻ തും ജാനത്തെ ഹോ ശിവബാബ ബിഗർ വഹി സ്വർഗ് ബനാ നഹി സക്തേ. എന്നാൽ നമുക്കറിയാം, ശിവബാബയ്ക്കല്ലാണ്ട് ആർക്കും സ്വർഗം സ്ഥാപിക്കാൻ പറ്റില്ല. അഭി ടൈം ബാക്കി തോടാ. ഇനി നമുക്ക് കുറച്ച് സമയം കൂടി ഉള്ളൂ. രാമരാജ്യ സ്ഥാപൻ കർണേമേ ഇടയിൽ നഹിയും കർണി. ഈ രാമരാജ്യം സ്ഥാപിക്കുന്നതിൽ നമ്മൾ തളർന്നു പോകരുത്. രാത് ദിൻ പൂർണ്ണ രഹന ചാഹിയെ കൈസെ കിസ്കോ ദുഃഖസെ ചുടായി. രാവും പകലും ഒരു ചിന്ത, ആ ചിന്തയാണ് നമ്മൾ പുറത്തേക്ക് വിടുന്നത്. എന്ത് ചിന്ത ഉണ്ടായിരിക്കണം? മനുഷ്യന്റെ ദുഃഖങ്ങൾ ഇല്ലാണ്ടാക്കാൻ എങ്ങനെ സാധിക്കും? ഈ അറിവ് കൊടുക്കണം. അതിന് ഇത്ര വലിയ പ്രാഗൽഭ്യമൊന്നും ആവശ്യമില്ല. നമ്മൾ എപ്പോഴും നമ്മുടെ പ്രഭാഷണം നന്നാക്കാൻ ശ്രമിക്കേണ്ട. പ്രഭാഷണം നന്നാവണം, കുഴപ്പമില്ല. അവർ ആളുകൾ നന്നാകാൻ ശ്രമിക്കും. നമ്മുടെ ഒരു ലക്ഷ്യം ആളുകൾ നന്നാവണമെന്നുണ്ടെങ്കിൽ ബാക്കി ഓട്ടോമാറ്റിക്കലി ശരിയാവും. ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ നമ്മൾ പ്രഭാഷണം ചെയ്ത് നന്നായി എന്നൊക്കെ പറയേണ്ട കാര്യം എന്താ? ബച്ചോം കോ യഹ് ദിൽമേം ആനാ ചാഹിയെ കൈസെ ഭായി ബഹനും കോ രാസ്ത ബതായി. കുട്ടികൾക്ക് ഹൃദയത്തിൽ ഒരു വിചാരം വരും, എങ്ങനെ നമ്മുടെ സഹോദരി സഹോദരന്മാർക്ക് വഴി പറഞ്ഞു കൊടുക്കാം. അഭി സബ് രാവൺ കി മതപ്രഹി. കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഇപ്പൊ തലതിരിഞ്ഞ വഴി കൂടെ പോയിക്കൊണ്ടിരിക്കുക. രാവണ മതപ്രകാരമാണ്. ബാബത്തോ ബാബ് ഹെ ജോ ബച്ചോം കോ ആക്കർ വർഷ ദേത്തെ ഹി. ബാബ നമ്മുടെ അച്ഛനാണ്, കുട്ടികൾക്ക് വന്ന് സമ്പത്ത് നൽകാണ്. മനുഷ്യ കോട്ടമേൻ ജാക്കർ കാത്തെ ഈശ്വർ കോ ഹാസർ നാസർ ജ്ഞാൻ സച്ച് കാത്ത. മനുഷ്യര് കോടതിയിൽ പോയി പറയാറുണ്ട്,
ഞാൻ ഈശ്വരനെ എന്റെ കൺമുമ്പിൽ കണ്ടിട്ട് സത്യം പറയാം. പരന്തു അഗർ വഹ് സർവ്യാപി ഹെ തോ ഫിർ പ്രാർത്ഥന കിസ്കി കർത്തേ ഹെ. അഥവാ ഈശ്വരൻ അങ്ങനെ എല്ലായിടത്തും വ്യാപിച്ചിരിപ്പുണ്ട്, എന്റെ കൺമുമ്പിൽ ഇരിപ്പുണ്ട് എന്നൊക്കെ പറയുമ്പോൾ പിന്നെ ആരോടെ പ്രാർത്ഥിക്കുന്നത്? അല്ലെ, എല്ലാം ദൈവമാണെങ്കിൽ പിന്നെ ആരെ പ്രാർത്ഥിക്കും? അപ്പൊ ദൈവം തന്നെ പ്രാർത്ഥിക്കുന്നത്. ആരോട് ഭവിക്കണം? ആരോടെ പ്രാർത്ഥിക്കുന്നത്? അന്തരീക്ഷത്തിനോട്. ഉनको कुछ भी पता नहीं. പറഞ്ഞു ദൈവം ആരാണ്, പരമാത്മാവ് ആരാന്ന് ഒന്നും അറിയില്ല. ബാബ ബാർ ബാർ സമച്ചാത്തേ ഹി മിത്ര സംബന്ധികൾക്ക് ജപം. ബാബ എപ്പോഴും എന്താ പറയുന്നത്? ബന്ധുമിത്രാദികളുടെ അടുത്ത് സൂക്ഷിച്ചൊന്ന് ഊതണം. അവരുടെ താല്പര്യം നോക്കിയിട്ട് നമ്മൾ പറയണം. അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ പറയണം. അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളിൽ നമ്മൾ വിട്ടു നിൽക്കരുത്. അല്ലെ, അവർക്ക് പ്രിയപ്പെട്ട കാര്യങ്ങൾ ചെയ്ത് അവർക്ക് പ്രിയപ്പെടുന്ന വിധത്തിൽ കുറച്ച് പറയും. പലപ്പോഴും ജ്ഞാനത്തിൽ വന്നാൽ അവർക്ക് ശല്യം വരും. കാരണം ഇത് തന്നെ പിന്നെ പറഞ്ഞോണ്ട് അത് ആൾക്കാർക്ക് ചെകിടിപ്പുണ്ടാക്കും. അത് പാടില്ല. പക്ഷെ പറയാതിരിക്കരുത് കുറച്ച് കാര്യങ്ങൾ. ഏറ്റവും നല്ല പാഠം ബാബ പറഞ്ഞു പെരുമാറ്റത്തിലൂടെ. അവിടെ പോയപ്പോൾ വലിയ നല്ല മാറ്റം. അല്ലെ, അപ്പൊ അവര് ശ്രദ്ധിക്കാൻ തുടങ്ങും. നിഷ്ഠ ഉണ്ടായിരിക്കണം. അപ്പൊ നമ്മൾ പൊതുവേ കാണുന്ന എന്താണ്? നമ്മുടെ ആരെങ്കിലും വീട്ടിൽ വന്നു, പിന്നെ നമ്മൾ സെന്ററിൽ വരുന്നില്ല. അപ്പൊ വീട്ടിലുള്ള ഒരു ബുദ്ധിയുള്ളവരാണ്. അപ്പൊ അവര് ചിന്തിക്കും, അമ്മ ഇപ്പൊ സെന്ററിൽ പോയില്ല, ഞാൻ വന്നു. അതിലത്രയൊക്കെ കാര്യമുള്ളൂ. പക്ഷെ നമ്മൾ പറയാണ്, മോളെ അല്ലെങ്കിൽ മോനോട് പറയാണ്, ഞാൻ ആ ക്ലാസ്സിൽ പോകും, അത് ഭഗവാന്റെ ക്ലാസ് ആണ്, എല്ലാവരും ഉന്നതിക്കുള്ള ഒരു ക്ലാസ് ആണ്, ഞാൻ അവിടെ പോകും, അതുകൊണ്ട് ഞാൻ 1 മണിക്കൂർ കഴിഞ്ഞ് ഞാൻ വേഗം വരാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ അവരും വിചാരിക്കും ഇതിൽ എന്തോ ഒരു കാര്യം. അല്ലെ, നമ്മുടെ നിഷ്ഠ അവരെ പഠിപ്പിക്കും, നമ്മുടെ സ്വഭാവം അവരെ പഠിപ്പിക്കും. നമ്മൾ കുറച്ച് കാര്യങ്ങൾ പറയുമ്പോൾ ബാബ എപ്പോഴും എന്താ പറയുന്നത്? കുട്ടികളുടെ ബന്ധുമിത്രാദികളെ പതുക്കൊന്ന് ഉയർത്തിയെടുക്കണം. കരുതൽ ഇല്ലെങ്കിൽ അവര് നമ്മളെ അത്രയേറെ ശപിക്കും. നിങ്ങൾ ഞങ്ങളോട് പറഞ്ഞില്ലല്ലോ എന്ന് പറയും. തും ബച്ചോംകോ ബെടാ മീഠാ ബനന. പക്ഷെ കുട്ടികൾ വളരെ മധുരമുള്ളവരാകും. വീട്ടിൽ വളരെ മധുരമായിട്ട് സംസാരിക്കും. ദേഷ്യപ്പെട്ട് സംസാരിക്കുകയാണെങ്കിൽ അവര് വിലയിരുത്തുന്നത് ആ രീതിയിലാണ്. പ്രത്യേകിച്ചും അവര് ദേഷ്യപ്പെടാണെങ്കിലും ബ്രഹ്മകുമാരിസിൽ പോകുന്നവർ ദേഷ്യപ്പെടും. അത് അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല. നിങ്ങൾ ഈ ഓം ശാന്തി എന്ന് പറഞ്ഞിട്ട് എന്താ ദേഷ്യപ്പെടും? ക്രോധ കാ അംശ ഭി ന ഹോ പരന്തു സബ് ബച്ചേ തോ ഐസെ ബൻ നഹീ സക്തേ. ക്രോധത്തിന്റെ അംശം പോലും ഉണ്ടാകാൻ പാടില്ല. ബാബ പറയണു എല്ലാ കുട്ടികൾക്കും അങ്ങനെയൊന്നും ആകാൻ പറ്റില്ല. ബഹുത് ബച്ചേ ഹെ ജിൻകോ മായ ഏകദം നാക്കസെ പകട്ട്. ധാരാളം കുട്ടികളെ ബാബ പറയണു മായ മൂക്കിന് ഏറി പിടിച്ചിരിക്കുകയാണ്. കിത്തനാ ഭി സമझാവോ ഭി സുനത്തെ ഹി നഹീ. എത്ര മനസ്സിലാക്കി കൊടുത്താലും തലയിൽ കയറുന്നില്ല. ബാബ ഭി സമझത്തെ ഹി. ഷാഹിദ് ടൈമിലൊക്കെ ബാബയ്ക്കും അറിയാം സമയം പിടിക്കും. അപ്പൊ നമുക്ക് എന്ത് വേണം? വലിയ ക്ഷമ ആവശ്യമുണ്ട്. നന്നാകും. ഇപ്പൊ തന്നെ നന്നാകണമെന്ന് പ്രതീക്ഷിക്കേണ്ട. ജബ് സബ് അച്ഛി രീതി ബാബയ്ക്ക് സർവീസ് മേ ലഗ് ജായേ. ബാബ പറഞ്ഞു നല്ല രീതിയിൽ ബാബയുടെ സേവയ്ക്ക് ഇറങ്ങുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മളിൽ ഒരു ചേഞ്ച് വന്നോളൂ. ഷൗക്ക് ഭി ചാഹിയെ ന ജോ ആക്കർ കഹേങ്കി ബാബ ഹംകോ സർവീസ് പർ ഭേജോ ഹം ജാക്കർ അവരും കാ കല്യാൺ കരെ. ബാബയുടെ അടുത്ത് എന്ന് പറയണം, ബാബ എന്നെ സേവനത്തിനായി ബാബ, ഞാൻ പോയി ധാരാളം പേരുടെ മംഗളം ചെയ്യാന്ന് ബാബയോട് പറയണം. പരന്തു ബോൾത്തെ നഹി. പക്ഷെ അങ്ങനെയൊന്നും ആരും പറയുന്നില്ല. ബച്ചം കാ ദന്താ ഹി ഹെ സച്ചി ഗീത സുനാന. ബാബയുടെ കുട്ടികളുടെ കർത്തവ്യം അല്ലെങ്കിൽ ജോലി എന്താണ്? സത്യമായ ഗീതാജ്ഞാനം പറഞ്ഞു കൊടുക്കണം. അക്ഷർ ഹി ദോഹെ അൽഫ് ഔർ ബെ. 2 വാക്കേ ബാബ പഠിപ്പിക്കുന്നുള്ളൂ. അൽഫ് ഔർ ബെ. ഈശ്വരനും ഈശ്വരന്റെ സമ്പത്ത്. ആദ്യം കുട്ടികളെ പഠിപ്പിക്കുന്നതാണ് ഹരി ശ്രീ, അല്ലെ, ഈശ്വരനും ഈശ്വരന്റെ സമ്പത്തും. ബാബാനെ അച്ഛി തര യുക്തി സമझായി. ബാബ നല്ല രീതിയിൽ ഇതിനുള്ള യുക്തി പറഞ്ഞു തന്നിട്ടുണ്ട്. പഹ്ലി ബാത് ഹി യഹ് ഹെ പരംപിത പരമാത്മാ സെ ആപ്കാ ക്യാ സംബന്ധ് ഹെ. ആദ്യം ആളുകളോട് എന്താ ചോദിക്കേണ്ടത്? പരംപിത പരമാത്മാവിനോട് നിങ്ങൾക്ക് എന്താണ് ബന്ധം? നീതിയമേ പ്രജാപിത ബ്രഹ്മകുമാരി നാം ലിഖാ ഹുവാ ഹെ. താഴെ പ്രജാപിത ബ്രഹ്മകുമാരി എന്നുള്ള പേരെഴുതി വെച്ചിട്ടുണ്ട്. ബാബ ബഹുത് നയ തരീക്ക ബഹുത് സഹജ് ബദാത്ത്. ബാബ ഒരു പുതിയ രീതി, വളരെ സഹജമായ രീതിയിലാണ് കാര്യങ്ങൾ പറയുന്നത്. ബാബാക്ക് ഉത്കണ്ഠ രഹത്തെ ഐസെ ഐസെ ബോർഡ് ലഗാന ചാഹി. ബാബയ്ക്ക് അങ്ങനെയുള്ള ഉത്കണ്ഠകളുണ്ട്. ബ്രഹ്മബാബ പറയാണ് ഇന്ന രീതിയിലുള്ള ബോർഡുകൾ വയ്ക്കും. ബാബ ഡയറക്ഷൻ ദേത്തെ ഹെ. അങ്ങനെയുള്ള നിർദ്ദേശങ്ങൾ ബാബ നൽകും. ബാബക്കോ കാത്തെ ഹി ഹെ രഹംദിൽ ബ്ലിസ്ഫുൾ തോ ബച്ചോം കോ ഭി ബാബ സമാൻ രഹംദിൽ ബനന. ബാബയ്ക്ക് കുട്ടികളോട് അത്രയും, ഈ ലോകത്തിനോട് അത്രയും ദയവുണ്ട്. അപ്പൊ ബാബയെ വിളിക്കുന്നതും ദയാഹൃദയൻ ആനന്ദ സാഗരൻ എന്നൊക്കെയാണ്. ബാബ പറഞ്ഞു അച്ഛനെ പോലെ നിങ്ങളും ദയവുള്ളവരാകണം. ഇൻ ചിത്രം എന്തോ ബഹുത് ബഡാ ഖജാന. ഈ ചിത്രങ്ങളിൽ ആളുകളുടെ ആത്മാവിനെ നിറയ്ക്കുന്ന വലിയ സമ്പത്ത്. അവരെല്ലാം സമസ്ത ദുഃഖങ്ങളും ഇല്ലാണ്ടാക്കാനുള്ള അറിവുണ്ട്. അപ്പൊ നമ്മൾ അതുപോലെ ആയിട്ടില്ലല്ലോ. ബാബർ ആകണ്ട, ആകാൻ സമയം പിടിക്കുന്നു. ആയിരത്തോളം പോയി പറയും, പറഞ്ഞാൽ ആരും പൂർണ്ണരായിട്ടൊന്നും പുറത്തേക്ക് പോകാൻ പറ്റില്ല. സേവനം ചെയ്ത് നമ്മൾ പൂർണ്ണതയിലേക്ക് പോകും. ജ്ഞാനം കൊടുത്തു പൂർണ്ണതയായിട്ട് പോകാന്ന് പറഞ്ഞാൽ ബാബറിന് പോക്ക് നടക്കത്തില്ല. അപ്പൊ ബാബ പറയണു അത്രയും വലിയ ഖജനാവ് ഈ ചിത്രങ്ങളിൽ നിറച്ചു വെച്ചിട്ടുണ്ട്. സ്വർഗക്കെ മാലിക് ബനനേഹി ഇന്മയും യുക്തി. സ്വർഗത്തിന്റെ അധികാരിയാണുള്ള യുക്തി ഇതിനകത്തുണ്ട്. ബാബ തോ ബഹുത്ത് യുക്തിയാം നികാൽത്തെ രഹത്തേഹി. ബാബ ധാരാളം യുക്തികൾ തരുന്നുണ്ട്. കൽപ്പ് പഹലെ ബി നിക്കാലി ഥി ഔർ അബ് ബി നിക്കാലി.
ബാബ പറഞ്ഞു കഴിഞ്ഞ കൽപ്പത്തിൽ വന്ന ആ യുക്തികളെല്ലാം ഈ കൽപ്പത്തിലും വരും. മനുഷ്യൻകോ ടച്ച് ഹോഗാക്കി യഹ് ബാത്തോ ബെഡി അച്ചി. മനുഷ്യർക്ക് ഇത് ടച്ച് ചെയ്യും. ഇത് നല്ലൊരു കാര്യമാണ്. ബാബ്സെ ജരൂർ വർഷ മിലേക. ബാബയിൽ നിന്ന് തീർച്ചയായിട്ടും സമ്പത്ത് കിട്ടും. യഹ്ബി ലിഖിതോ സ്വർഗക്കെ വർഷയ്ക്ക് തും ഹക്കുദാർ. ഇതും എഴുതണം. എല്ലാവരും സ്വർഗത്തിന്റെ സമ്പത്തിന് അധികാരികൾ. എല്ലാവർക്കും ഒരു അവകാശമുണ്ട്. അല്ല, എല്ലാവരുടെയും ഈശ്വരീയ ജന്മസിദ്ധ അവകാശമാണ്. ഈശ്വരൻ അച്ഛനാണ്, അതെല്ലാവർക്കും അംഗീകരിക്കാം. അപ്പോൾ ഈശ്വരന്റെ ആ ജന്മസിദ്ധ ആ സമ്പത്തിന് എല്ലാവർക്കും അവകാശമുണ്ട്. ആക്കാൻ ശ്രമിച്ചോ ബഹുത്ത് സഹജ ബാധ. അതെങ്ങനെയാണെന്ന് നിങ്ങൾ വന്ന് മനസ്സിലാക്കുക. ഇത് വലിയ കഠിനമായ കാര്യമാണോ? അല്ല, ഇത് വളരെ എളുപ്പമുള്ള ഒരു കാര്യം. സിർഫ് ബോർഡ് ബനാക്കർ അച്ചി അച്ചി ജഗപ്പർ ലഗാന. നല്ല ബോർഡുകൾ തയ്യാറാക്കിയിട്ട് എല്ലാ സ്ഥലത്തും കൊണ്ടുപോയി വയ്ക്കണം. 10-20 സ്ഥാനവും पर ബോർഡ് ലഗാവോ. യഹ് അഡ്വർടൈസ്മെന്റ് ബി ഡാൽ സക്തേ. 10-20 സ്ഥലത്ത് വലിയ ബോർഡ് വെക്കണം. ഒരു പരസ്യം, ബ്രഹ്മകുമാരിസിന്റെ ഈ ജ്ഞാനത്തിന്റെ കുറച്ച് പോയിന്റുകൾ കൊടുത്തിട്ട് ഒരു പരസ്യം വെക്കണം. ഹമാരെ ജോ ബിച്ചൂടെ ഹുയെ ബച്ചെ ഉനംകോ യഹ് അക്ഷർ ലഗേങ്കെ. ബാബ പറഞ്ഞു, എന്റെ വിട്ടുപോയ കുട്ടികളുണ്ട്, ഈ ധർമ്മത്തിൽ നിന്ന് പോയവരുണ്ട്, അവർക്ക് ഈ വാക്കുകൾ ടച്ച് ചെയ്യും, അവർ വരും. കഹേങ്കെ പദാത്തോ നികാലെങ്കി യഹ് ക്യാ സമझാത്തെ ഹി. അപ്പൊ അവരുടെ മനസ്സിൽ ആദ്യം വരുന്നത് എന്താണ്? ഒന്ന് പോയി കേൾക്കാം, ഇവരെന്തേ പറയുന്നത് കേൾക്കണമല്ലോ. യഹ് ബി ലിഖാ ഹുവാ ഹേ കി ഇസ് പഹേലി കോ സമझने से तुम മുക്തി ജീവൻ മുക്തി കോ പാ സക്തേ ഹോ ഏക സെക്കൻഡ് മേ. ഈ കടങ്കഥ, അല്ലെങ്കിൽ ഈ ഉത്തരമില്ലാത്ത ചോദ്യത്തിന് ഉത്തരം നിങ്ങൾക്ക് കിട്ടുമ്പോൾ മുക്തിയും ജീവൻ മുക്തിയും നിങ്ങൾക്ക് ലഭിക്കും, അതും ഒരു സെക്കൻഡ്. ബാബ കാത്തെ ഹെ അഗർ അപ്പനി ജീവൻ ബനാനി ഹെ തോ സർവീസ് കർ. ബാബ പറയാണ്, നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം നന്നാക്കി എടുക്കണമെങ്കിൽ സേവനം ചെയ്യണം. നമ്മുടെ പരിവർത്തനം വരണമെങ്കിൽ, നമുക്കൊരു ബലം വരണമെങ്കിൽ, നമുക്കൊരു പുണ്യം വരണമെങ്കിൽ, വിഘ്നങ്ങളെ അതിജീവിച്ച് നമുക്കൊരു ശക്തി വരും. നമ്മൾ സുഖിച്ചിരിക്കരുത്. അവർ സുഖമായിട്ടിരിക്കുന്നവന് ഒരാളും ബലവാനാകില്ല. ഇത്തിരി കഷ്ടപ്പാടുകൾ ഏറ്റെടുക്കണം, കുറെ പണികളും കുറെ ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പൊ നമ്മൾ എന്തിനേയും മഴയത്തെ പാട് ശാളം ഇവിടെ ഇരുന്നു ആഹാരം തരുന്നു ബാബ പറഞ്ഞു. ബാബ അങ്ങനെ ഇരുന്നാൽ പോരാ, അല്ല, അപ്പൊ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. ആ വായി എന്നൊക്കെ പറഞ്ഞ് കരുവാറ്റ വരെ പോകണം. വീട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. സാമ്പത്തികം ഒന്നുമില്ലാത്ത ഒരാളാണ്. ബൈക്ക് എടുത്ത് ഇവിടം വരെ വന്നു. ഇന്നലെ വന്നപ്പോ രാത്രി 8-8:30. എന്നിട്ട് ആ ബൈക്ക് എടുത്ത് കരുവാറ്റയ്ക്ക് പോകണം. അപ്പൊ ബാബ പറഞ്ഞു, വെറുതെ ഇരിക്കാമല്ലോ. ബാബ പറയുന്നു, കുട്ടികളുടെ ജീവിതം മാറ്റിയെടുക്കണമെങ്കിൽ സേവ ചെയ്യണം. സാഗർ പാ സാഗർ റിഫ്രഷ് ഹോ ഒരു സർവീസ് കറണി. ബാബയുടെ അടുത്ത് വന്നിട്ട് നമ്മൾ നിറയണം. എന്നിട്ട് ബാബ പറഞ്ഞാൽ നിറച്ചു വെച്ചോണ്ടിരുന്നാൽ മതി, പോയി സേവ ചെയ്യണം. ഭക്തിമാർഗമേന്തോ ആധാ കൽപ്പ് തക്കേക്കായി. ഭക്തിമാർഗത്തിൽ കഷ്ടപ്പാടുകൾ മാത്രമാണ് അരക്കൽപ്പം കിട്ടിയത്. യഹം തോ ഏക സെക്കൻഡമേയും ബാബ്കോ ജാൻ ബാബ്സെ വർഷപ്പാന. ഇവിടെയാണെങ്കിൽ ഒരു സെക്കൻഡ് കൊണ്ട് ബാബയെ മനസ്സിലാക്കി ബാബയിൽ നിന്നും സ്വത്തെടുക്കാൻ പറ്റും. സബ്കി വാനപ്രസ്ഥ അവസ്ഥാഹി മൗത്ത് സാമനെ കടാഹി. എല്ലാവരുടെയും വാനപ്രസ്ഥ സമയമായി ഇത്. എല്ലാവർക്കും മരണം മുമ്പിലാണ് നിൽക്കുന്നത്. സബ്സെ അച്ഛാ ദന്താഹി. അതുകൊണ്ട് ബാബ പറയണു, ഏറ്റവും നല്ല ജോലി ഇതാണ്. എല്ലാവരുടെയും ബാബ പറഞ്ഞു, അവരറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിൽ, അല്ലെ, ബാബ വിനാശം അടുത്ത് നിൽക്കാണ്. എല്ലാവരും വീട്ടിൽ പോകേണ്ട സമയമായി. എല്ലാവരുടെയും വാനപ്രസ്ഥ കാലമാണ്. അവിടെ പോയി പറഞ്ഞോട്ടെ. ബാക്കി ജോബിയും മനുഷ്യ ദന്തേ കർത്തെ ബഹുക്കോട്ടെ. ബാക്കി മനുഷ്യർ എന്തെല്ലാം പണികൾ ചെയ്യുന്നു, എല്ലാം നഷ്ടക്കച്ചവടം. ഏക ദന്ത സിർഫ് കർണ ബാപ ഓർ വർഷക്കോ യാദവ്. ഒരേ ഒരു പണി ചെയ്യുക, ബാബയെയും ബാബ നൽകുന്ന സമ്പത്തിനെയും ഓർമ്മിക്കുക. കോളേജിൽ ജാക്കർ പ്രിൻസിപ്പാൾക്കോ സമझാവോ പഠന വാലെ ബി സമझെ. നമ്മൾ കോളേജുകളിൽ പോയിട്ട് പ്രിൻസിപ്പൾക്ക് മനസ്സിലാക്കി കൊടുക്കും. അപ്പൊ പഠിക്കുന്നവർ മനസ്സിലാക്കും. അപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം എന്തെങ്കിലും പദ്ധതികളിൽ ബ്രഹ്മകുമാരി ഇടുന്ന എന്തിന്, ഈ മരം വെക്കണമെന്നൊക്കെ, മരമൊക്കെ പോകുന്നത് നമുക്കറിയാം. പക്ഷെ അതിൽ കൂടെ ആളുകളെ സമീപിക്കാൻ പറ്റും. അപ്പൊ നമ്മൾ ഇന്നലെ മിനിങ്ങാന്ന് ഇവിടുത്തെ DD ഉണ്ടല്ലോ, ഡിസ്ട്രിക്റ്റിന്റെ എഡ്യൂക്കേഷൻ ഓഫീസർ. അപ്പൊ അവരൊക്കെ പ്രത്യേകം ഓരോരുത്തർക്കും അനുകൂലവും പ്രതികൂലവും. അവര് പറഞ്ഞു, അയ്യോ അങ്ങനെയൊന്നും ഞങ്ങൾ ഇവിടെ വെക്കുന്ന കാര്യം പരസ്പരം ഒന്ന് ആലോചിച്ചിട്ട് പറയാം. അപ്പൊ ഞാൻ പറഞ്ഞു, സ്കൂളുകളിലൊക്കെ പോയി പറഞ്ഞു കൊടുക്കട്ടെ. സ്കൂളുകളിൽ അങ്ങനെ പുറത്തുനിന്ന് ആരും കയറാൻ പാടില്ല നിയമം. ശരി, നമ്മളങ്ങ് കയറും. പിന്നെ അല്ലെ, കഴിഞ്ഞ ഒരു DD കുറച്ചാൾ മുമ്പ് ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. എല്ലാവരും ഒരു നന്മ തെരഞ്ഞെടുക്കുക, ഒരു തിന്മ ഉപേക്ഷിക്കാന്ന് പറഞ്ഞു. അപ്പൊ അത് മോളിൽ നിന്ന് ഒരു പെർമിഷൻ കൂടി ഉണ്ടായിരുന്നു. അപ്പൊ നമ്മള് ഇവിടുത്തെ DD പോയി കണ്ടു. അപ്പൊ DD കണ്ടപ്പോ DD പറഞ്ഞു, അയ്യോ ഇല്ല. അപ്പൊ ഒരു വൈരവ്യാപാരി തുടങ്ങിയ പ്രസ്ഥാനമില്ല ബ്രഹ്മകുമാരി. ആരും വിളിക്ക് കൊടുത്തിരിക്കുന്നതിന് കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഇൻഫർമേഷൻ അങ്ങനെയാണ്. ഒരു വൈരവ്യാപാരിക്ക് മനംമാറ്റം തുടങ്ങിയിട്ടാണ് ബ്രഹ്മകുമാരിസ് തുടങ്ങി. അപ്പൊ ഇനി നമ്മൾ എന്തൊക്കെ പോയി പറയാം, അവരത് മനസ്സിലാക്കുന്നില്ലല്ലോ, അത്ര ശ്രദ്ധിക്കില്ല, കൂടുതൽ പറയാനും പറ്റും. അപ്പൊ ആ പ്രോജക്റ്റ് നമ്മൾ ആലപ്പുഴയില് ഒരു ഒറ്റ സ്കൂൾ ഒഴിച്ച് ബാക്കി എല്ലാ സ്കൂളുകളിലും ചെയ്തു. അപ്പൊ ഞങ്ങളൊരു സ്കൂളിൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ DD ഇൻസ്പെക്ഷൻ വന്നിട്ട്, പച്ച സ്കൂളിൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ DD ഇൻസ്പെക്ഷൻ വന്നിട്ട്, പുള്ളി ഇൻസ്പെക്ഷൻ നടത്തിട്ട് നമ്മൾ നമ്മുടെ കാര്യം പറഞ്ഞു. നമ്മൾ വേറെ സ്ഥലത്ത് ക്ലാസ് എടുത്തുകൊണ്ടിരുന്നു, പുള്ളി ഇൻസ്പെക്ഷൻ നടത്തിയിട്ട് പുള്ളി പോയി.
നമ്മള് മോശമായ കാര്യമൊന്നും പറയുന്നില്ലല്ലോ. പിന്നെ പെർമിഷൻ മേടിക്കാൻ ശ്രമിക്കും. പോലീസിലൊക്കെ പെർമിഷൻ ഇല്ലാണ്ട് പറ്റത്തില്ല. അപ്പൊ അവര് കുഴപ്പമില്ല ചെയ്തോളാൻ പറഞ്ഞു. അതല്ലാണ്ട് നമ്മൾ വെറുതെ എന്നിട്ട് ഞങ്ങൾ ബ്രഹ്മകുമാരീസിന്റെ ക്ലാസ് ഒരെണ്ണം വെക്കണമെന്ന് പറഞ്ഞാൽ അപ്പോഴാണ് സ്ട്രെസ് മാനേജ്മെന്റ് എന്നൊക്കെ പറഞ്ഞു പോകും. അപ്പൊ എന്തെങ്കിലും പറയുമ്പോൾ അവർക്ക് സ്ട്രെസ് ഉണ്ട്. അപ്പൊ നമ്മൾ ബാബയുടെ കാര്യവും പറയും, സ്ട്രെസ് ഇല്ലാണ്ടാക്കാനുള്ള കുറച്ച് കാര്യവും പറയും. അപ്പൊ ബാബ പറയണം, നിങ്ങൾ കോളേജിൽ ചെന്ന് പ്രിൻസിപ്പളിനോട് സംസാരിക്കും. അപ്പോൾ അവിടെ പഠിക്കുന്ന കുട്ടികൾക്ക് ക്ലാസ് എടുക്കാം. തും കിത്തന സഹജ വർഷാലേ രഹേ ഹോ ജിത്തന ഹോ സകെ ബാബു യാദ്. എത്ര സഹജമായിട്ടാണ് നമ്മൾ ഈ സമ്പത്ത് എടുക്കുന്നത്. സാധിക്കുന്നിടത്തോളം നമ്മൾ ബാബയെ ഓർമ്മിക്കൂ. അച്ഛ മീട്ടെ മീട്ടെ സിക്കലിന്റെ ബച്ചോം പ്രതി മാതാപിത ബാപ് ദാദാ കാ യാദ് പ്യാർ അവർ ഗുഡ് മോർണിംഗ്. रूहानी बाप की रूहानी बच्चों को नमस्ते, रूहानी बच्चों की रूहानी बाप दादा को യാദ് പ്യാർ, ഗുഡ് മോർണിംഗ് അവർ നമസ്തേ. ധാരണയ്ക്കുള്ള പ്രധാന കാര്യങ്ങൾ വളരെ വളരെ മാധുര്യമുള്ളവരാകും. ക്രോധത്തിന്റെ അംശം പോലും ഇല്ലാതെയാകും. അപ്പൊ ഇന്ന് നമ്മൾ രാവിലെ കേട്ടില്ലേ, ഇത് നമ്മളൊന്ന് നോട്ട് ചെയ്യും. ഇതൊക്കെ നമ്മൾ ഇവിടുന്ന് തന്നെ അങ്ങ് വിട്ടുകളയും. അതിങ്ങനെ ദിവസവും മധുരമുള്ളവരാകും. നമുക്ക് നമ്മുടെ പണിയുണ്ട്, കയ്പുള്ളവരായി തന്നെ ജീവിക്കും. അവിടെയാണ് പരിവർത്തനം വരാറ്. അപ്പൊ നമ്മൾ ഇന്ന് ബാബ എന്താ പഠിപ്പിച്ചത്? ആരെങ്ങനെയും നോക്കരുത് അല്ല. ഇന്ന് ബാബ പറഞ്ഞത് വളരെ മാധുര്യമുള്ളവരാണ്. ക്രോധം അംശം പോലും ഉണ്ടാകും. ഇപ്പൊ പുറത്തിറങ്ങുമ്പോൾ തന്നെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകും, ഉറപ്പാണ്. അപ്പൊ നമ്മൾ ഇത് ഓർത്തിട്ട് നമുക്ക് അതിന് ജയിക്കാൻ പറ്റും. അങ്ങനെ ബാബ പറഞ്ഞു, ശ്രമിച്ച് ഇത് ശക്തി കൂട്ടി കൊണ്ടുവരാൻ പറ്റും. സേവ ചെയ്യണം. നമുക്കൊരു മടുപ്പാണ് ആളുകളുടെ ഇതൊക്കെ എങ്ങനെ. അതുകൊണ്ട് പറഞ്ഞ സാധാരണക്കാർക്ക് ഇത് പറ്റും, ഈ വലിയ വലിയ പണക്കാര്. പക്ഷെ നമ്മുടെ ചന്ദ്രബാബു നായിഡുവിന്റെ ഭാര്യ എന്നെ കേട്ടിരിക്കുന്നതാണ്, അവര് പോയി നോട്ടീസ് കൊടുക്കാറുണ്ട്. അവര് നമ്മുടെ എഡ്യൂക്കേഷൻ, ഈ ഡിസ്റ്റന്റ് എഡ്യൂക്കേഷന്റെ ഡയറക്ടർ, ഈ അണ്ണാമല യൂണിവേഴ്സിറ്റിയുടെ ഒരാൾ, അയാൾ ഭയങ്കര കോടീശ്വരനാണ്. അയാൾ അവിടെ വന്നിരുന്നു. ഇതിൽ ഞങ്ങൾ പോയിരുന്നു ഒരു പ്രോജക്റ്റ്. അയാളുടെ ഭാര്യയൊക്കെ കൊണ്ടുപോയി നോട്ടീസ് കൊടുക്കണം, ഒരു മടിയിലാണ്. ചിലർക്ക് അതിൽ മടിയുണ്ടാവില്ല, ഒരു ഭാഗം പറയും. അപ്പൊ നമ്മൾ 2 നോട്ടീസ് കൊടുത്തു നോക്കണം. ആദ്യമൊക്കെ നമുക്കൊരു ചമ്മലൊക്കെ ഉണ്ട്. അവർ പതുക്കെ ചമ്മൽ പ്രൂഫ് ആവും, ചമ്മൽ മാറിക്കോളുമ്പോൾ. അപ്പൊ ആളുകൾ ചോദിക്കുന്നത് നല്ല കാര്യം. ഇപ്പൊ അന്ന് ഞങ്ങൾ ഡിവൈഎസ്പി കൊടുത്തപ്പോ എപ്പോഴും നമുക്കൊരു മടി ഉണ്ടാവില്ല, ഒരു പോലീസ് ഓഫീസറെ അടുത്ത് നിന്നിട്ട്. അപ്പൊ പുള്ളി പറഞ്ഞു, ഇത് നല്ല കാര്യങ്ങളാണ് എഴുതിയിരിക്കുന്നത്, കുറച്ച് നോട്ടീസ് കൂടെ എനിക്കിതാ. അപ്പൊ നമുക്ക് അതിലൊരു പ്രോത്സാഹനം. ചിലത് റിജക്ട് ചെയ്യും. അത് രണ്ടും ഉണ്ടാവും. രണ്ടും നമുക്ക് ഉയർച്ച ഉണ്ടാവും. അപ്പൊ ബാബ പറയാണ്, ക്രോധത്തിന്റെ അംശം പോലും നമ്മൾ ഉണ്ടാകരുത്. ബാപ്പ് സമാൻ രഹം ദിൽ ബൻ സർവീസ് പർ തത്പരൻ. സേവനത്തിന്റെ ഉദ്ദേശം എന്തായിരിക്കണം? ആളുകളുടെ നന്മയായി, വേറെ ഒന്നും ആയിരിക്കരുത്. ബാബ പറയാണ്, ദയവുള്ളവരായിട്ട് സർവീസിൽ തൽപരരാകും. മരണം മുന്നിൽ നിൽക്കാണ്, വാനപ്രസ്ഥ അവസ്ഥയാണ്. അതുകൊണ്ട് ബാബയെയും സമ്പത്തിനെയും ഓർമ്മിക്കും. അത് നമ്മൾ നിരന്തരം ചെയ്യും. ഭാരതക്കോ രാമരാജ് ബനാനയ്ക്ക് സേവാമയം അപന സബ് കുച്ച് സഫൽ കർമാൻ. ഈ ഭാരതത്തെ രാമരാജ്യമാക്കുന്ന സേവനത്തിൽ തന്റെ സർവസ്വവും സഫലമാക്കണം. ഇന്നത്തെ വരദാനം. ദേഹ അഭിമാൻ കെ അംശ മാത്രയ്ക്ക് ബി ബലി ചടാനെ വാലെ മഹാബലവാൻ ഭവ. ദേഹാഭിമാനത്തിന്റെ അംശമാത്രം പോലും ബലി അർപ്പിക്കുന്ന മഹാബലവാനായി ഭക്തു. ദേഹാഭിമാനത്തിന്റെ അംശമാത്രം പോലും ബലിയിടുന്ന മഹാബലവാനായി ഭക്തു. സബ്സെ ബഡി കംജോരി ഹെ ദേഹം. ഏറ്റവും വലിയ ദൗർബല്യമാണ് ദേഹത്തിനോടുള്ള ഒരു അഭിമാനം, ദേഹത്തിനോടുള്ള ഒരു ചായും. ദേഹ അഭിമാൻ കാ സൂക്ഷ്മ വംശ ബഹുത് ബഡായ. ഈ ദേഹാഭിമാനത്തിന്റെ സൂക്ഷ്മമായ വശങ്ങള് അത് നമ്മുടെ വളരെ വലുതാണ്. അത് നമ്മൾ എത്ര ആഴത്തിലേക്ക് പോയാലും സൂക്ഷ്മമായിട്ട് അത് അവിടെ കിടക്കും. ദേഹ അഭിമാൻ കി ബലി ചടാന അർത്ഥാത് അംശ और വംശ സഹിത് സമർപ്പിത. ദേഹാഭിമാനത്തിന്റെ ബലി അർപ്പിക്കുക എന്ന് പറയുമ്പോൾ അതിന്റെ അംശവും വംശവും സഹിതം സമർപ്പിക്കും. ഐസെ ബലി ചടാനെ വാലെ ഹി മഹാബലവാൻ. ഇപ്രകാരം മഹാബലി ആകുന്നവരാണ് മഹാബലവാനായി മാറുന്നത്. यदि देहाभिमान का कोई भी अंश छिपा कर रख लिया, अभिमान को ही समान समझ लिया, तो उसमें अल्पकाल की विजय बल दिखाई देगी, लेकिन बहुत काल की हार समाई हुई. അഥവാ ദേഹാഭിമാനത്തിന്റെ എന്തെങ്കിലും ഒരു അംശം നമ്മളിൽ ഒളിഞ്ഞിരിപ്പുണ്ട്. ആ അഭിമാനത്തെ നമ്മൾ അഭിമാനമായിട്ട് സമാനമായിട്ട് തെറ്റിദ്ധരിച്ചു. കാരണം അല്പകാല വിജയം ഒരുപക്ഷെ കാണപ്പെടുമായിരിക്കും, പക്ഷെ അനേക കാലത്ത് നഷ്ടം അതിനകത്തും പരാജയം അതിനകത്തും. ഇത് വളരെ സൂക്ഷ്മമായ ഒരു കാര്യം. ഇപ്പൊ ദേഹാഭിമാനം എന്ന് പറയുമ്പോൾ എന്താണ്? ഞാൻ പറഞ്ഞത് അവർ കേട്ടില്ല, എനിക്കത് പിടിച്ചില്ല, അവർ അത് നിന്റെ അഹങ്കാരം ഉള്ളത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു അനുസരിച്ചു, എന്റെ അഭിപ്രായം എല്ലാവരും അനുസരിക്കും. അപ്പൊ വേറെ നിന്റെ അഭിപ്രായം എന്ന് വെച്ചാൽ എന്താ? അപ്പൊ അത് ദേഹാഭിമാനമാണ് അല്ലെ? നമുക്ക് പല കാര്യങ്ങളും പിടിക്കത്തില്ല, ദേഹാഭിമാനം ഉള്ളത്. എന്നോട് ഒരാൾ വളരെ മോശമായി സംസാരിച്ചു,
ബാബു നീ ആരാ നിന്നോട് സംസാരിക്കാൻ പാടില്ല. നമ്മളെ ബാബയ്ക്ക് സമർപ്പിച്ചാൽ പിന്നെ എന്ത് വന്നാലും നമ്മുടെ മനസ്സിന്റെ അശാന്തി ഉണ്ടാകരുത്, നമ്മുടെ മനസ്സിന്റെ സന്തുഷ്ടത പോകരുത്. സന്തുഷ്ടത പോകുന്നു, അവരെന്നോട് അങ്ങനെ കാണിച്ചല്ലോ, ഞാൻ ഇത്രയും അവർക്ക് ചെയ്തിട്ടും അവരോട് ഇങ്ങനെയൊക്കെ വാക്കുകൾ നമ്മൾ പറയാറ്. ഇതെല്ലാം ദേഹാഭിമാനത്തിന്റെ സൂക്ഷ്മ കാര്യങ്ങളാണ്. അപ്പൊ അതെല്ലാം നമുക്ക് ബലം ഉണ്ടാക്കില്ല. ബലമുള്ളവർ എന്ന് പറയുമ്പോൾ എന്താണ്? എന്ത് വന്നാലും വളരെ ആനന്ദമായിട്ടിരിക്കുക. അതിന് ഗീത എപ്പോഴും പറയുന്നത് എന്താണ്? സുഖം, ദുഃഖം, നിന്ദ, സ്തുതി, മാനം, അപമാനം, ജയം, പരാജയം, സഫലത, അസഫലത, ശീതം, ഉഷ്ണം. ഭയങ്കര ചൂടാണ്, എനിക്ക് പോകാൻ പറ്റത്തില്ല, അതാ ദേഹാഭിമാനമാണ്. ഭയങ്കര മഴ, ഇതെങ്ങനെ പോകാന്? പോകേണ്ട ഒരു കാര്യമാണ്, മാറ്റിവെക്കാൻ പറ്റത്തില്ല. പക്ഷെ ഭയങ്കര മഴ, ഇന്ന് പോക്കാണ്, അത് ദേഹാഭിമാനം. ഞാൻ അവരുടെ കൂടെ പോയില്ല, അവര് ശരിയല്ല, ദേഹാഭിമാനമാണ്. ഇന്നലത്തെ സ്ലോഗൻ എന്തായാലും അത് ഓർക്കുന്നില്ല, അതൊരു തരം ദേഹാഭിമാനം. അവർ മറ്റുള്ളവരുടെ ആ വൈശിഷ്ട്യങ്ങൾ മാത്രം കാണും, അല്ലെ, വൈശിഷ്ട്യങ്ങൾ മാത്രം കാണുകയും അറിയുകയും ചെയ്യാം. വേറൊരാളുടെ കുറവുകള് അവർ നിങ്ങൾ മനസ്സിലാക്കണം. കാരണം അയാൾക്ക് ആ കുറവുണ്ട്. ഉദാഹരണമായിട്ട് നമ്മളൊരു കാര്യം ഏൽപ്പിച്ചാൽ ചെയ്യില്ല അവർക്ക് അവരുടെ ഈഗോ ആയിരിക്കാം, എന്തോ ആയിക്കോട്ടെ, നമുക്കറിയില്ല, ചെയ്യത്തില്ല. അപ്പൊ നമ്മളത് മനസ്സിലാക്കണം, അല്ലെങ്കിൽ നമുക്കൊരു പ്രയാസം ഉണ്ടാകും. അവരെന്താണ് അങ്ങനെ കാണിച്ചത്, അങ്ങനെ കാണിക്കാം. അപ്പൊ ബാബ പറഞ്ഞു അവരുടെ സ്വഭാവം മനസ്സിലാക്കിക്കും, മനസ്സിൽ വയ്ക്കാൻ. അവരങ്ങനെയുള്ളവരാണ്. അതൊരു മുദ്രയടിക്കുക. അവർ അങ്ങനെ മുദ്രയടിക്കാൻ പാടില്ല. മുദ്രയടിക്കുന്നത് ദേഹാഭിമാനം. അത് നമ്മൾ ആവശ്യമില്ലാണ്ട് ഒരാളോട് പറയാം. ഒരാൾ അവരോട് ഏൽപ്പിക്കുമ്പോൾ നമുക്ക് പറയാം, അയാള് എല്ലാം ചെയ്തിരുന്നിരിക്കും, വേണേൽ സൂചിപ്പിക്കാം. പക്ഷെ നമ്മൾ ഒരു കാര്യമില്ലാണ്ട് ഒരാൾ പറഞ്ഞു അയാൾ അങ്ങനെയാണ്, അത് ദേഹാഭിമാനം. അപ്പൊ മറ്റുള്ളവരുടെ നന്മ കാണണം, നന്മ നമ്മൾ പറയണം. അതുപോലെ നമ്മൾ ക്ലാസ്സുകൾ എടുക്കും. അപ്പൊ നമുക്കൊരു മൂഡ് ഓഫ് വരണം, ശരിയായി. അവർ അതിന് അങ്ങനെ ശരിയായില്ല എന്ന് വിചാരിച്ചു ബാബയെ ചെയ്യിപ്പിച്ചത്. ഭയങ്കര സന്തോഷം, ഇന്ന് ഭയങ്കര ഇതായി. അത് ഭയങ്കര സന്തോഷം എന്തിനാ? ദേഹാഭിമാനം. അപ്പൊ നാച്ചുറൽ ആയിട്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സുഖമായിട്ട് അങ്ങ് പോകാൻ പറ്റുന്നതിനാണ് ബലമുള്ളവർ ബാബ ഉദ്ദേശിക്കുന്നത്. അതിനെന്ത് ചെയ്യണം? എല്ലാം അങ്ങ് ബാബയ്ക്ക് സമർപ്പിച്ചാൽ മതി. എല്ലാം പറയാറില്ലേ, ഭക്തി പറയാറില്ലേ, എല്ലാം പ്രഭു അങ്ങയുടെ ഇച്ഛ. യേശുക്രിസ്തുവിനെ കുരിശി കയറ്റാൻ നിർത്തുന്നു, അതാണ് അങ്ങയുടെ തീരുമാനമെങ്കിൽ അത് നടപ്പപ്പെട്ടു. പിതാവിന്റെ ഇച്ഛ നടപ്പാകട്ടെ. ഞാൻ എന്നെ സമർപ്പിച്ചു കഴിഞ്ഞത്, പിന്നെ എന്റെ ഇച്ഛയ്ക്ക് അവിടെ സ്ഥാനമില്ല. അപ്പൊ അതെല്ലാം ഓരോ പാഠങ്ങളാണ്. അപ്പൊ അതേപോലെ എന്ത് ജീവിതത്തിൽ വരുമ്പോഴും നമ്മളത് ബലി അർപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇതൊന്നും നമ്മൾ ബാധിക്കില്ല. എല്ലാം നമുക്ക് എന്ത് ചെയ്യും? കരുത്ത് നൽകിയിട്ട് പോകും. എല്ലാ അനുഭവങ്ങളും നമുക്ക് കരുതൽ. മഴ കൊണ്ട് കുറച്ചേറെ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കൊരു കരുത്ത് വരുന്നില്ല, മനസ്സിൽ കരുത്ത് വരും. നമുക്ക് ഇഷ്ടമില്ലാത്ത ആളുകളുടെ കൂടെ നമുക്ക് യാത്ര ചെയ്യേണ്ടി വരുമ്പോൾ നമുക്ക് കരുത്ത് വരും. പക്ഷെ അയാളുടെ ഇഷ്ടക്കേട് നമ്മൾ പുറത്ത് തുറന്നു കാണിക്കുകയും അയാളോട് ഇഷ്ടക്കേട് കാണിക്കുകയും ചെയ്താൽ കരുത്ത് പോകും. പക്ഷെ അവരെ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റി, അവരുടെ സ്വഭാവ സംസ്കാരത്തിൽ അവരുടെ കരുത്ത് വരും. അപ്പൊ അതുകൊണ്ടാണ് ബാബ പറയുന്നത്, അതെല്ലാം നിങ്ങൾക്ക് അഹങ്കാരം കാണിക്കാം, അവന് അല്പകാല വിജയം വരും, പക്ഷെ സദാകാലത്തേക്കും പരാജയം. സ്ലോഗൻ: ഇച്ഛാ നഹീന്തി ലേക്കിൻ അച്ഛാ ലഗതയ യഹ്ബി ജീവൻ ബന്ധൻ സ്ഥിതി. എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് അവരോടോ ആരോടോ അല്ലെങ്കിൽ ഒന്നിനോട് ഇച്ഛയൊന്നുമില്ല, പക്ഷെ അച്ഛ ഉള്ള ബാബ പറഞ്ഞു അതൊരു തരം ജീവൻ ബന്ധൻ, സൂക്ഷ്മദേഹാഭിമാനം തന്നെയാണ് ബന്ധൻ. വേറെ എല്ലാവരും അച്ഛയാണ്, എല്ലാം നല്ലത്, പ്രത്യേകിച്ച് ആരും ഒരാൾ നല്ലത് അങ്ങനെയൊന്നുമില്ല. വേറെ എല്ലാവരും അവരുടെ സ്ഥാനത്ത് നല്ലവരാണ്. അവർ എല്ലാവരും അങ്ങ് ഇഷ്ടപ്പെട്ടു. പക്ഷെ ഇച്ഛ അവർ വേണം, അവരുണ്ടെങ്കിൽ അവർ അത് കുഴപ്പമാണ്, അത് ജീവൻ ബന്ധന സ്ഥിതിയാണ്. ഇന്ന് മാതേശ്വരിയുടെ 1-2 പോയിന്റ് ഉണ്ട്, ചെറിയ പോയിന്റ് ആണ് വായി. ഈ അവിനാശി ജ്ഞാനം പരമാത്മജ്ഞാനം, ഈ ജ്ഞാനത്തിന്റെ അർത്ഥം ജീവിച്ചിരിക്കെ മരിക്കണം. അതുകൊണ്ടാണ് പറയുന്നത് കോടിയിൽ ചിലരെ ഇതിന് തന്റെ ഇടം കാണിക്കും. ഈശ്വരൻ വന്നിട്ട് എന്താ പറയുന്നത്? പഴയ ലോകത്തിന്റെ പണി തീരാണ്. അതുകൊണ്ട് പഴയ ലോകത്തെ മറക്കണം. ഒന്നിനോട് നമുക്ക് ഇച്ഛയില്ല, എല്ലാം അച്ഛ, അത് നടക്കുന്ന ഡ്രാമ, പക്ഷെ ഒന്നിനോട് താല്പര്യമില്ല. അതുകൊണ്ട് തന്റെ ഇടം കുറച്ചുപേരെ കാണിക്കും. യഹ് തോ ഹം ജാനത്തെ ഹേ കി യഹ് ഞാൻ പ്രാക്ടിക്കൽ ജീവൻ ബനാത്താ ഹെ, ഹം ജോ സുനത്തെ വോ പ്രാക്ടിക്കൽ മേം ബനത്തെ, ഐസാ ഞാൻ കൊയി സാധു സന്ത് മഹാത്മാ ദേന ഹെ സക്തെ. നമുക്കറിയാം ഈ ജീവിതം നമ്മുടെ പ്രാക്ടിക്കൽ ജീവിതത്തിൽ നമ്മൾ കൊണ്ടുവരുന്നു, നമ്മുടെ ജീവിതത്തെ പ്രാക്ടിക്കൽ ആക്കും. നമ്മൾ കേൾക്കുന്നത് പ്രാക്ടിക്കൽ ആക്കുന്നുണ്ട്. ഈ സാധുക്കളും സന്യാസികളും മഹാത്മാക്കളും അങ്ങനെയുള്ള അറിവ് നൽകില്ല, അവർ കുറച്ച് ഇൻഫർമേഷൻ നൽകുന്നു. നമ്മൾ ട്രാൻസ്ഫോർമേഷൻ അറിവാണ്. എപ്പോഴും നമ്മൾ ജ്ഞാനം കൊടുക്കുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, കുറെ ഇൻഫർമേഷൻ ആൾക്കാർക്ക് കൊടുക്കേണ്ട കാര്യമുണ്ട്, നമുക്ക് കുറെ അറിവുണ്ടെന്ന് കാണിക്കേണ്ട കാര്യം. അവർക്ക് ട്രാൻസ്ഫറിന് ആവശ്യമായ കുറച്ച് അറിവ് കൊടുത്താൽ മതി. അവരാരും മന്മനാഭവ എന്നൊന്നും പറയാറില്ല.
അത് പരമാത്മാവിന്റെ ആജ്ഞയാണ്. നിങ്ങൾ എന്നെ തന്നെ ഓർമ്മിക്കണം. മന്മനാഭവ എന്ന് പറഞ്ഞാൽ എന്നോട് യോഗ വയ്ക്കണം. അഗർ മേരെ സാത്ത് ലോക ലഗായെങ്കെ തോ മേം തുമേം പാപം സെ മുക്ത കർ വൈകുണ്ഠ കി ബാദ്ഷാഹി ദൂങ്ക. അഥവാ നിങ്ങൾ എന്നെ നിരന്തരം എന്നോട് യോഗ വയ്ക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങളെ പാപങ്ങളിൽ നിന്ന് മുക്തമാക്കി വൈകുണ്ഠത്തിന്റെ രാജ്യം നൽകും. വഹം തും ചൽക്കർ രാജ്യ കരയെങ്കിൽ ഇസ്ലിയെ ഇസ് ജ്ഞാനിക്കോ രാജാവും രാജാകാതെ. അവിടെ നമ്മൾ പോയിട്ട് രാജ്യം വരും. അതുകൊണ്ടാണ് ഈ ജ്ഞാനത്തെ രാജാക്കന്മാരുടെയും രാജാവാക്കുന്ന ജ്ഞാനം എന്ന് പറയുന്നത്. അപ്പൊ യഹ് ഞാൻ ലേന ബഹുത് മഹങ്ക ശബ്ദാഹി ഞാൻ ലേന അർത്ഥാത് ഏക് ഹി തക്കസേ ജീത്തേ ജി മരണ. അപ്പോൾ ഈ ജ്ഞാനം എടുക്കുക എന്നുള്ളത് വളരെ വിലയുള്ളൊരു ഇടപാടാണ്. ജ്ഞാനം എടുക്കുക എന്ന് പറഞ്ഞാൽ ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് ജീവിച്ചിരിക്കുക, മരിക്കുക. ഈ മഹാകാലം വന്നിട്ട് പറയാണ് വീട്ടിൽ പോകണം. ആ മഹാകാലം നമ്മൾ സ്വീകരിച്ചു. അതോടുകൂടി ഈ പഴയ ലോകത്ത് നമ്മൾ മരിച്ചു. ശാസ്ത്രം ആദിക്കാൻ ഞാൻ ലേനത്തോ ബിൽക്കുൽ സസ്ത ശബ്ദ. ശാസ്ത്രങ്ങൾ പുരാണത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എടുക്കുക എന്നുള്ളത് വലിയ കാര്യമൊന്നുമല്ല. അത് വളരെ ലളിതമായ ഇടപാടാണ്. ഉസ്മേൻ തോ ഘടി ഘടി മരണ ഹോഗ क्योंकि वो परमात्मा का ज्ञान नहीं देते, इसलिए बाबा कहते अभी जो करना वो अब करो, फिर വ്യാപാര नहीं रहेगा. ബാബ മമ്മ പറയുകയാണ് അവര് പരമാത്മ ജ്ഞാനമൊന്നുമല്ല നൽകുന്നത്. ഇവിടെ ബാബ എന്താ പറയുന്നത്? ഇപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് അതിപ്പോ ചെയ്യും, പിന്നെ ഒന്നും അവശേഷിക്കത്തില്ല, പിന്നെ ഒരു വ്യാപാരം ഉണ്ടാകും. പിന്നെ ബാബ പറയുന്നത് ബാക്കി കാര്യങ്ങളൊക്കെ കുറെയൊക്കെ നിർത്തിയിട്ട് അല്ലെ ബാബയുടെ കാര്യവും ബാബയുടെ ജ്ഞാനവും അങ്ങ് ചെയ്യുക. ഒരു പോയിന്റ് കൂടി വായിക്കാം. बहुत परमपिता परमात्मा बहुत मनुष्य ऐसे समझ बैठे हैं कि एक जो अनादि बना बनाया सृष्टि ड्रामा चल रहा है वो सारा परमात्मा चला रहा है, इसलिए वो कहते मनुष्य के कुछ नहीं हाथ कारण करावनहार स्वामी सब कुछ परमात्मा ही करता है. മനുഷ്യർക്ക് ഇത് മനസ്സിലാക്കുന്നുണ്ട്, ഇതൊരു അനാദിയായി ഉണ്ടാക്കപ്പെട്ട ഒരു സൃഷ്ടി നാടകം നടക്കാം. അതുകൊണ്ട് അവർ പറയുന്നത് എന്താണ്? മനുഷ്യൻ വിചാരിച്ചൊന്നും നടക്കത്തില്ല, എല്ലാം ദൈവത്തിന്റെ കയ്യിലാണ്, എല്ലാം പരമാത്മാവാണ് ചെയ്യിപ്പിക്കുന്നത്. സുഖ ദുഃഖ ദോനോ ഭാഗ് പരമാത്മാനെ ഹി ബനായ. ഈ സുഖത്തിന്റെയും ദുഃഖത്തിന്റെയൊക്കെ ഈ ഭാഗങ്ങളൊക്കെ തയ്യാറാക്കിയത് പരമാത്മാവ് തന്നെ. അപ്പൊ ഐസി ബുദ്ധി വാലോൻകോ കോൻസി ബുദ്ധി കഹാ ജായേഗ. അപ്പോൾ അങ്ങനെ ബുദ്ധി ഉള്ളവരെ അല്ലെങ്കിൽ അങ്ങനെ ധരിക്കുന്നവരെ എന്ത് ബുദ്ധിയുള്ളവരെന്ന് പറയും? പഹലെ പഹലെ ഉनको यह समझना जरूर है कि यह अनादि बनी बनाई सृष्टि का खेल ഓട്ടോമാറ്റിക് चलता रहे. കാരണം ജ്ഞാനം ലളിതമാണെങ്കിലും ജ്ഞാനം ചിന്തിക്കുമ്പോൾ വളരെ സൂക്ഷ്മമാണ്, പ്രത്യേകിച്ചും ഡ്രാമയുടെ കാര്യം പെട്ടെന്ന് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. അപ്പൊ ആദ്യം അവർക്ക് എന്താ മനസ്സിലാക്കി കൊടുക്കേണ്ടത്? ഇത് അനാദിയായി, അനാദി എന്ന് പറഞ്ഞാൽ ഒരു സൃഷ്ടാവിൽ അല്ലെ. ഇപ്പൊ ഈ വീട് ഇല്ലായിരുന്നു, അപ്പൊ ഈ വീട് പണിതത് ആരാണ്? ഇത് ദിശാസൃഷ്ടും ബാക്കി എല്ലാവരും കൂടി പണിതതാണ്. ഓക്കെ. പക്ഷെ ഈ വീട് എന്നും ഉണ്ടായിരുന്നു, ദിശാസൃഷ്ടും എന്നും ഇതിനകത്ത് ഉണ്ടായിരുന്നു. ഉദാഹരണം പറഞ്ഞു. അപ്പൊ ഈ വീട് എന്നും ഉണ്ടായിരുന്നു, അപ്പൊ ആരെങ്കിലും പണിതാന്ന് പറയാൻ പറ്റും? ഇല്ല. പക്ഷെ വീട് ഒരു ജഡവസ്തുവാണ്, അപ്പൊ അതിന്റെ അധികാരി അനാദിയായിട്ട് തന്നെ ദിശാസൃഷ്ടാണ് അതിന്റെ അധികാരി. അപ്പൊ ബാബ പറയാണ് സൃഷ്ടിയും സൃഷ്ടാവും അനാദി. ഈ പ്രപഞ്ചം അനാദിയായി ഉണ്ടാക്കപ്പെട്ടതനുസരിച്ച് പോകാണ്. സൃഷ്ടി ഇല്ലായിരുന്നു, ദൈവം സൃഷ്ടി നടത്തി. ലോകത്ത് ധാരാളം ദുഃഖങ്ങളും പ്രശ്നവും. അപ്പൊ ആരാത് സൃഷ്ടിച്ചത്? ദൈവം. ഇല്ലാതിരുന്ന ദുഃഖമുള്ള സൃഷ്ടി ഉണ്ടാക്കിയത് ദൈവമല്ലേ. സൃഷ്ടി അനാദിയാണ്, അപ്പൊ ദൈവമാണ് സൃഷ്ടിച്ചത്? അല്ല, അത് അനാദിയാണ്. അതിന്റെ അധികാരി ദൈവമാണ്. കരുതി വേറൊരു അധികാരി. സൃഷ്ടി എന്ന് വെച്ചാൽ ഒരു ജഡവസ്തുവാണ്, അപ്പൊ അതിന് അധികാരി എന്ന് പറയാൻ പറ്റില്ല. ഇനി സൃഷ്ടിയോട് സൃഷ്ടി ഉണ്ടാക്കിയത് സൃഷ്ടിയാണോ? അല്ല. അതൊരു വല്ലാത്തൊരു പ്രഹേളിയായിട്ട് അവിടെ നിൽക്കും. ഇത് ഓട്ടോമാറ്റിക് നടക്കാണ്. സാത്ത് സാത്ത് യഹ് ബി കാത്തേ ഹേ യഹ് സബ് കുച്ച് പരമാത്മാ ഹി കർത്താ. ആളുകൾ ഇതും പറയാറുണ്ട്, ഇതെല്ലാം പരമാത്മാവാണ് ചെയ്യുന്നത്. യഹ് ജോ പരമാത്മാ കോ കരൻ കരാവൻഹാർ കാത്തേ യഹ് നാം ഫിർ കൗൻസി ഹസ്തി കെ ഊപ്പർ പടാ. ഈശ്വരനെ കരൻ കരാവൻഹാർ, ചെയ്യുന്നവനും ചെയ്യിപ്പിക്കുന്നവനെന്ന് പറയും. ഈ പേര് വേറെ ആരുടെ മുകളിൽ വയ്ക്കാനാണ്? അപ്പൊ ഇൻ ബാത്തും കോ സമജ്ജനാഹി. അപ്പോൾ ഈ കാര്യങ്ങള് നമ്മൾ നന്നായി മനസ്സിലാക്കണം. പഹലെ തോ യഹ് സമജ്ജനാഹി കി യഹ് ജോ സൃഷ്ടി കാ അനാദി നിയമ ഹെ വോ ബനാ ബനായ ജൈസെ പരമാത്മാ അനാദി വൈസെ യഹ് ചക്രപി ആദി സെ ലേക്കർ അന്ത് തക് അനാദി അവിനാശി ബനാ ബനായ. ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് വളരെ സൂക്ഷ്മമായ ഒരു പോയിന്റാണ്. ആദ്യം മനസ്സിലാക്കേണ്ടത് ഈ സൃഷ്ടി അനാദിയാണ്, ഈ സൃഷ്ടിയിലെ നിയമങ്ങളും അനാദിയാണ്. ഞാൻ ഒരാളെ അടി കൊടുത്തു 10 ജന്മങ്ങൾക്ക് മുമ്പാണ്, അല്ലെങ്കിൽ 1000 വർഷങ്ങൾക്ക് മുമ്പ് കലിയുഗത്തിന്റെ ആ ഒരു ജന്മത്തിൽ ഞാൻ ഒരാളെ പിടിച്ചൊരു അടി. അപ്പൊ എനിക്ക് ഈ ജന്മത്തിൽ ഒരു അടി കിട്ടി. അപ്പൊ ഇത് ദൈവമാണ് എനിക്ക് അടി നൽകിയത്. ഞാൻ പറയും എന്നെ ദൈവം അടിച്ചു. ദൈവം പറയും ഞാൻ അടിച്ചതല്ല, നീ 10 ജന്മങ്ങൾക്ക് മുമ്പ് ഒരു അടി കൊടുത്തിട്ടുണ്ട്, ആ അടി കിട്ടി. അത് ആര് തീരുമാനിച്ചു? അത് പ്രകൃതിയിലൊരു നിയമം അങ്ങനെയുണ്ട്. ഞാൻ എന്റെ ചെറുപ്പത്തിൽ ഒരാള് കൊന്നു,
40 വർഷം കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ശിക്ഷാവിധി വന്നത്. അതെന്തുകൊണ്ടാണ്? അത് ഇന്ത്യൻ പ്രസിഡന്റ് ആണ്. ഇല്ല, ഇന്ത്യൻ പ്രസിഡന്റ് ഭാരത പീനൽ കോഡിന്റെ അധികാരിയാണ്. പക്ഷെ ഈ ഭാരതത്തിന്റെ നിയമം അനുസരിച്ചാണ് ഈ ശിക്ഷ എനിക്ക് വന്നു ചേർന്നത്. അതേപോലെ പ്രപഞ്ചത്തിൽ അനാദിയായി അക്യുറേറ്റ് ആയ നിയമങ്ങളുണ്ട്. ദൈവത്തിന് പോലും ഇടപെടാൻ സമ്മതമില്ലാത്ത നിയമങ്ങളുണ്ട്. ബാബു പറഞ്ഞു ആ നിയമം അനുസരിച്ച് അത് പ്രവർത്തിക്കും. പക്ഷെ ഈ ഒരു ചക്രത്തിന് എനർജി കൊടുത്തുകൊണ്ട് ഞാൻ മുകളിൽ നിൽക്കും. ഞാൻ അവിടെ ഇല്ലെങ്കിൽ ഈ ചക്രം തിരിയത്തില്ല. പക്ഷെ ഈ ചക്രം അനാദിയായിട്ട് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഈ കുഴപ്പങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചത് ദൈവമാണോ? അല്ല. എന്നിട്ട് ദൈവം പറയാണ് ഞാൻ ഇതിനപ്പുറത്തേക്ക് നിങ്ങളെ കടത്താന്ന് പറഞ്ഞാൽ യാതൊരു അർത്ഥമില്ല. ഞാൻ ഒരാളെ കുഴപ്പത്തിൽ ചാടിച്ചിട്ട് ഞാൻ നിന്നെ രക്ഷിക്കാന്ന് പറഞ്ഞാൽ എന്താ കാര്യം? അപ്പൊ ബാബ പറഞ്ഞു സൃഷ്ടിയെക്കുറിച്ച് ഡ്രാമയെക്കുറിച്ച് നന്നായിട്ട് മനസ്സിലാക്കിക്കോ. രണ്ടും ഡ്രാമയുണ്ട്, രാമനുണ്ട്, നമ്മളും നമ്മുടെ കർമ്മവും. ഇത് മൂന്നുകൂടി കമ്പൈൻ ചെയ്ത് കൊണ്ടുവരും. ഈ ചക്രം അനാദിയായിട്ട് അവസാനം വരെ അവിനാശിയായി ഉണ്ടാക്കപ്പെട്ടിരിക്കുകയാണ്. जैसे बीज में अंडरस्टूड वृक्ष का ज्ञान है और वृक्ष में अंडरस्टूड बीज है, दोनों कंबाइन है, दोनों अविनाशी है. बाकी बीज का क्या काम है? बीज बोना झाड़ने. ഒരു വിത്തിലെ ആ വൃക്ഷം അടങ്ങിയിട്ടുണ്ട്. ഒരു വൃക്ഷത്തിന്റെ കൂടെ തന്നെ വിത്തുമുണ്ട്. ഇത് രണ്ടും കമ്പൈൻഡ് ആണ്. ഇത് രണ്ടും അവിനാശിയാണ്. ഇത് രണ്ടും അനാദിയുമാണ്. അപ്പോൾ പിന്നെ ബീജം എന്തിനാ? ബീജം വീണാലല്ലേ വിത്ത് മുളയ്ക്കുള്ളൂ. അഗർ ബീജ് ന ബോയാ ജായേ തോ വൃക്ഷ ഉൽപ്പന്ന നഹി ഹോതാ. ബീജം വിതച്ചില്ലെങ്കിൽ വൃക്ഷം ഉണ്ടാവില്ല. तो परमात्मा भी स्वयं इस सारी सृष्टि का बीज रूप है और परमात्मा का पार्ट है बीज बोना. അതേപോലെ പരമാത്മാവ് ഈ സൃഷ്ടിവൃക്ഷത്തിന്റെ ബീജമാണ്. അപ്പോൾ പരമാത്മാവിന്റെ പാർട്ട് എന്താണ്? ഈ ബീജം സൃഷ്ടിയിലേക്ക് താഴേക്ക് വരും, ബീജം വിതയ്ക്കും. परमात्मा ही कहता है मैं परमात्मा हूं ही, तब जब बीज बोता हूं, नहीं तो बीज और वृक्ष अनादि, अगर बीज नहीं बोया जाए तो वृक्ष कैसे निकलेगा. പരമാത്മാവ് വന്നിട്ടാണ് നമുക്ക് അറിവ് നൽകുന്നത്. ഞാൻ ഈ സൃഷ്ടിവൃക്ഷത്തിന്റെ ബീജമാണ്. ബീജവും വൃക്ഷവും അനാദിയാണ്. പക്ഷെ അതിന്റെ ബീജം ഞാനാണ്. അത് ഞാൻ ഇവിടെ വരുമ്പോഴാണ് ഞാൻ ഇതിന്റെ അറിവ് നൽകുന്നത്, പൂർണ്ണമായ അറിവ് നൽകുന്നത്. അതിൽ നിന്നാണ് പുതിയ വൃക്ഷം ഉണ്ടാകുന്നത്. വിത്ത് വിതച്ചില്ലെങ്കിൽ വൃക്ഷം അങ്ങനെ ഉണ്ടാകും. मेरा नाम परमात्मा ही तब है जब मेरा परम कार्य है, मेरी सृष्टि वही है जो मैं खुद पाटधारी बन बीज बोता. എന്നെ എന്തുകൊണ്ട് പരമാത്മാവ് എന്ന് വിളിക്കുന്നു? ഈ സൃഷ്ടി നാടകത്തിൽ എന്റെ കർത്തവ്യം, എന്റെ കർമ്മം പരമമാണ്. അതുകൊണ്ടാണ് എന്നെ പരമാത്മാവ് എന്ന് വിളിക്കുന്നത്. ഈ സൃഷ്ടിയിൽ ഞാൻ സ്വയം എന്റെ പാർട്ട് അഭിനയിക്കും. അതായത് ബീജം വിതയ്ക്കുന്ന പാർട്ട് അഭിനയിക്കും. സൃഷ്ടിക്ക് ആദി ബി കർത്താവും और अंत भी കർത്താവും. ഈ സൃഷ്ടിയുടെ ആദി ഞാൻ ആരംഭിക്കും, ഈ സൃഷ്ടിയുടെ അവസാനവും ഞാൻ ചെയ്യും. मैं करणधारी बन बीज बोता हूं, आदि करता हूं. बीज बोने समय पर अंध का भी बीज आता है, और सारा झाड़ बीज की ताकत पकड़ लेते हैं. ഞാൻ ഈ സൃഷ്ടിയിൽ വന്നിട്ട് ഞാനിവിടെ ബീജം വിതയ്ക്കും. ആ ബീജത്തിൽ നിന്നും ഈ വൃക്ഷം ഉണ്ടാകും. ഈ വൃക്ഷം മുഴുവൻ ആ ബീജത്തിൽ നിന്ന് ശക്തിയെടുക്കും. ബീജിക്ക മതിൽബഹ്യ രചന കരണം എനിക്ക് അന്ത് കരണം. ബീജം എന്ന് പറയുമ്പോൾ എന്താണ്? രചിക്കുകയും ചെയ്യണം, അതിന്റെ അവസാനവും അവിടെ ഉണ്ടാകും. पुरानी सृष्टि की अंत करना और नई सृष्टि की आदि करना, इसको ही कहते हैं परमात्मा सब कुछ करता है. അപ്പോൾ ഈ പുതിയ സൃഷ്ടിയുടെ സ്ഥാപന ചെയ്യുക, ഈ പഴയ സൃഷ്ടിയുടെ വിനാശം ചെയ്യുക, അത് ബാബയുടെ കർത്തവ്യമാണ്. അതുകൊണ്ടാണ് ആളുകൾ പറയുന്നത് എല്ലാം ചെയ്യിപ്പിക്കുന്നത് ദൈവം. ഇത് വളരെ സൂക്ഷ്മമായ ഒരു കാര്യമാണ്. ഉദാഹരണമായിട്ട് സൃഷ്ടി അനാദിയായി. ഇനി ദൈവം ഫുൾ കൺട്രോളുള്ള ആളാണെങ്കിൽ നമ്മൾ ദുഃഖത്തിലേക്ക് വിടത്തില്ലായിരുന്നു. ഈ കലിയുഗം വരാൻ ദൈവം സമ്മതിക്കില്ലായിരുന്നു. കാരണം എന്റെ കുട്ടികളാണ്. ബാബ എന്നും എന്താ പറഞ്ഞത്? നിങ്ങൾ ദയവുള്ളവരാകണം. ആളുകൾ വളരെ ദുഃഖിക്കുന്നുണ്ട്, ആളുകൾക്ക് നിങ്ങൾ എന്റെ പരിചയം കൊടുക്കണം, ഞാൻ എല്ലാവർക്കും സുഖം കൊടുക്കുന്നതാണ്, ഞാനുമായിട്ട് കണക്ഷൻ വെച്ചാൽ മതി. അപ്പൊ എന്നിട്ട് ദൈവം എന്താ നേരത്തെ വന്നത് പറയാൻ? അല്ലെങ്കിൽ എന്തിനാ നമ്മളെ ദുഃഖത്തിലേക്ക് തള്ളിയിട്ട്? വയലാർ പാടിയതുപോലെ ഞങ്ങളെ ദുഃഖത്തിലേക്ക് തള്ളിയിട്ട് ദൈവമാണോ? അത് സാത്താനാണ്. ആരാന്ന് പറയണം. അപ്പൊ ദൈവം പറഞ്ഞു ഞാനല്ല, അത് ഡ്രാമയിലുണ്ട്. പിന്നെ ഞാൻ എന്ത് ചെയ്യും? ഞാൻ കൽപ്പാവസാനം ഇറങ്ങി വരും. ഇറങ്ങി വന്നിട്ട് ആദ്യം എന്ത് ചെയ്യും? നാരായണന്റെ ആത്മാവിന് ജ്ഞാനം. അപ്പൊ നാരായണൻ ബാബയുമായിട്ട് കണക്റ്റഡ് ആയി. അതോടൊരു പുള്ളിയുടെ ദുഃഖം. ക്രിസ്തുവിന്റെ ആത്മാവിനുണ്ടാക്കിയ ഒരു ഉദാഹരണം പറയണം. ബുദ്ധന്റെ ആത്മാവിനുണ്ടാക്കിയത് ദൈവമാണ്. പറയും, ജ്ഞാനികൾ പറയും. ബുദ്ധന്റെയും ക്രിസ്തുവിന്റെയും ഒക്കെ ആത്മാവിനെ ഉണ്ടാക്കിയത്, അതായത് നാരായണന്റെ ആത്മാവ് കൃഷ്ണന്റെ ആത്മാവിനെ ഉണ്ടാക്കിയത് ശിവബാബയാണ്. ഒരാൾ ക്രിസ്തുവായി മാറണം, ഒരാൾ കൃഷ്ണനായി മാറണം, ഇത് ശിവബാബ തീരുമാനിച്ചതാണ്. അല്ല, അനാദിയായ ഡ്രാമയില് അനാദിയായ ആത്മാക്കൾ അവരുടെ പാർട്ട് അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് മാറ്റാനും പറ്റത്തില്ല. പിന്നെ ക്രിസ്തുവിനെ രചിച്ചത്, ക്രിസ്തുവിനെ പിന്നെ പിതാവ് എന്ന് വിളിച്ചത്, അല്ലെങ്കിൽ നമ്മളെന്തിനാ പിതാവ് എന്ന് വിളിക്കുക? ബാബ പറയാണ് എല്ലാം അധപ്പതിക്കുമ്പോൾ, എല്ലാം അധപ്പതിച്ച് ക്രിസ്തു ഇപ്പൊ ഒരു യാചകനായിട്ടുണ്ട്. ഏതുപോലെ ശ്രീനാരായണന്റെ ആത്മാവ് ബ്രഹ്മാവായിട്ടിരിപ്പുണ്ട്. അപ്പോൾ അവിടെ വന്നിട്ട് ഭഗവാൻ എന്ത് ചെയ്യും? അറിവും ശക്തിയും കൊടുത്ത് അവരെ ഫസ്റ്റ് സ്റ്റേജിലേക്ക് ഉയർത്തും.
അപ്പോൾ എന്നെ നാരായണനാക്കി, എന്നെ ക്രിസ്തുവാക്കി, എന്നെ ബുദ്ധനാക്കി. എവിടുന്ന്? അധപ്പതിച്ച അവസ്ഥയിൽ നിന്ന് ഉയർത്തിയ നമ്പർ 1 ആക്കി വരും. എന്നിട്ട് മുകളിൽ പോകും. അപ്പൊ അതുകൊണ്ട് ബൈബിളിലാണ് ഏറ്റവും നല്ല വാക്കുള്ളത്. പുനരുദ്ധാരണത്തിന്റെ നാള് വരും. എല്ലാവരും ഈശ്വരൻ സൃഷ്ടിക്കല്ല, പകരം അധപ്പതിച്ചു പോയതിന് ഉയർത്തിയെടുക്കും. എല്ലാവരും അവരുടെ ഫസ്റ്റ് സ്റ്റേജിൽ എനർജി പോകും, എന്നിട്ട് വീട്ടിൽ പോകും. അടുത്ത കൽപ്പത്തിൽ അവർ ഇറങ്ങി വരും. പക്ഷെ ഈ നാടകം ബാബ പറയാണ് അനാദിയായി ഉണ്ടാക്കപ്പെട്ടിരിക്കുകയാണ്. ഈ നാടകത്തിൽ ഞാൻ പരമമായ ആത്മാവാണ്, അതും അനാദിയായ ഡ്രാമ തീരുമാനിച്ചതാണ്. പക്ഷെ ഞാൻ ഈ പരമമായ സ്ഥാനത്തിരിക്കുകയാണ്. ഞാൻ എൻ്റെ പരമമായ കർത്തവ്യം സൃഷ്ടി അധപ്പതിക്കുന്ന പതിതമായ അവസ്ഥയിൽ വന്നിട്ട് ഇതിനെല്ലാത്തിനെയും റിജുവിനേറ്റ് ചെയ്തെടുക്കും. ഈ ആത്മാക്കളെയും പ്രകൃതിയെയും ഫസ്റ്റ് സ്റ്റേജിലേക്ക് ഞാൻ കൊണ്ടുവരും. സൂക്ഷ്മമായ പോയിന്റാണ്, മനനം ചെയ്ത് മനസ്സിലാക്കും. അപ്പൊ ഇന്ന് ബാബ പറഞ്ഞ ഇതാണ്, മധുരമായ കുട്ടികളെ, സമയം വളരെ കുറച്ച്, അതുകൊണ്ട് ഉള്ള സമയത്ത് എന്ത് ചെയ്യണം? ആത്മീയ കർത്തവ്യം ചെയ്യും. ഏറ്റവും നല്ല ജോലി എന്താണ്? ബാബയെയും സമ്പത്തിനെയും ഓർമ്മിക്കുക. ബാക്കിയെല്ലാം നഷ്ടക്കച്ചവടങ്ങൾ. കുട്ടികളുടെ ഉള്ളിൽ ഏത് കാര്യത്തിൽ ഉത്കടമായ ഒരു ആഗ്രഹം ഉണ്ടാകും. ഈ ആത്മാക്കളെല്ലാം തകർന്നു പോയി, അവരെ ഉയർത്തിയെടുക്കും. എല്ലാവരെയും ദുഃഖത്തിൽ നിന്നും മോചിപ്പിച്ച് 21 ജന്മത്തേക്ക് സുഖത്തിലേക്കുള്ള വഴി പറഞ്ഞു എല്ലാവർക്കും ബാബയുടെ യഥാർത്ഥമായ പരിചയം കൊടുക്കും. ഈ ഉത്കണ്ഠ കുട്ടികളിൽ ഉണ്ടാകും. ഇത് മുരളിൽ കൂടുതലായിട്ട് പറഞ്ഞ ഇതാണ്, വെറുതെ ഇരിക്കരുത്. ബാബ പറഞ്ഞു കുറച്ച് പരിശ്രമം ആവശ്യമുണ്ട്. എല്ലാവർക്കും നമ്മൾ ബാബയുടെ പരിചയം കൊടുക്കാനുള്ള കാര്യങ്ങൾ ചെയ്യണം. അമ്പലങ്ങളിലും എല്ലാ സ്ഥലത്തും പോയിട്ട് ബാബയുടെ സന്ദേശം നമ്മൾ കൊടുക്കണം. വീട് വീടാന്തരം നമ്മൾ പോകണം. അതിനുള്ള തൻ്റെ ഇടം കാണിക്കണം. അതിനുള്ള ബുദ്ധി നമ്മൾ കാണിക്കണം. അപ്പോൾ ബാബ പറഞ്ഞു നമുക്ക് ഉയർച്ച ഉണ്ടാവും, എല്ലാത്തിനും ഉയർച്ച ഉണ്ടാവും. അല്ലെ? പിന്നെ ബാബ പറഞ്ഞ എന്താണ്? ക്രോധത്തിന്റെ അംശം പോലും ഉണ്ടാകരുത്, വളരെ മധുരമുള്ളവരായിട്ട് മാറും. ബന്ധുമിത്രാദികളെ ഉയർത്തിയെടുക്കാനുള്ള ഒരു താല്പര്യം നമ്മൾ കാണിക്കും. ഏറ്റവും കുറഞ്ഞത് അവർക്കൊരു ജ്ഞാനമെങ്കിലും കൊടുത്തിരിക്കണം, ഒരു സൂചനയെങ്കിലും കൊടുത്തിരിക്കും. നാളെ അവരൊരു പരാതി പറയാനുണ്ട് അവിടെ, അത് നമ്മൾ ആളുകൾക്കും കൊടുക്കും. പിന്നെ വരേണ്ടവരെ വരൂ, അതൊരു മുൻകൂർ ജാമ്യമാണ്. നിരാശ ബാധിക്കാറുണ്ട്. ഇത്ര പേരോട് പറഞ്ഞിട്ട് ആരും കേൾക്കുന്നില്ല. കാരണം കോടിയിൽ ചിലരെ ഞാൻ എടുക്കും. ഇതുപോലെ പറഞ്ഞ പോലെ കാര്യം ആൾക്കാർക്ക് എളുപ്പം എന്താ? ദൈവം സൃഷ്ടി നടത്തി, എല്ലാം ദൈവമാണ് കുറ്റക്കാരൻ. നമ്മുടെ എല്ലാ ദുഃഖത്തിനും കാരണം ദൈവം തന്നെയാണ്. നമുക്ക് എന്താ മാർഗമുള്ളത്? നമുക്കൊന്നും നമ്മുടെ കയ്യിലല്ല. ദൈവത്തിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. അത് എളുപ്പമുള്ളൊരു കാര്യമാണ്. മറ്റേ എന്റെ ദുഃഖത്തിന് കാരണം ഭാവന നിനക്ക് മാറ്റിയെടുക്കാൻ പറ്റും എന്ന് പറഞ്ഞ എന്താണ്? എല്ലാവരും ജന്മസിദ്ധ അവകാശമാണ്, വേണമെങ്കിൽ നേടിയെടുക്കാം. അപ്പൊ അതിനും പരിശ്രമിക്കണം. എന്റെ ദുഃഖത്തിന് കാരണം എന്റെ കർമ്മമാണ്, അപ്പൊ ഞാൻ മാറ്റം കൊണ്ടുവരാം. അതിനേക്കാളൊക്കെ എളുപ്പം എന്റെ ദുഃഖത്തിന് കാരണം എന്റെ വീട്ടുകാരും, പിന്നെ വീട്ടുകാർ ചിലപ്പോൾ തിരിച്ചെന്തെങ്കിലും പറയും, ദൈവത്തിനും തിരിച്ചൊന്നും പറയില്ലല്ലോ. എന്റെ എല്ലാ ദുഃഖത്തിനും കാരണം ദൈവം തന്നെ. ദൈവമാണ് ഇതൊക്കെ തീരുമാനിച്ചത്. ദൈവം തീരുമാനിച്ച സ്ഥിതിക്ക് എനിക്കൊന്നും ചെയ്യാനും പറ്റൂല, ഇത് അനുഭവിക്കുക. അതുകൊണ്ട് ഞാൻ കുറച്ച് കള്ളു കുടിക്കാന്ന് വിചാരിക്കാം. കാരണം ദുഃഖങ്ങളൊക്കെ തൽക്കാലം മാറും, കള്ളു കുടിക്കും. എന്നിട്ട് കള്ളു പിടിച്ച് ക്യാൻസർ ആകുമ്പോൾ അവർ അതും പറഞ്ഞേക്കും, അതും എന്റെ തലയിലേക്ക് വെച്ചേക്കും, ഞാനാണ് ക്യാൻസർ ഉണ്ടാക്കിയത്, അതും പറഞ്ഞേക്കും, കുഴപ്പമൊന്നുമില്ല. പക്ഷെ അനുഭവിക്കേണ്ടത് നമ്മൾ തന്നെയല്ലേ. അതുകൊണ്ട് ബാബ പറയാണ്, ജ്ഞാനം നമുക്ക് രക്ഷയ്ക്കുള്ള ജ്ഞാനം കിട്ടിയിട്ടുണ്ട്. ഈ ജ്ഞാനം ബാബ പറയാണ് മനനം ചെയ്ത്, ധാരണ ചെയ്ത്, ഡൈലൂട്ട് ചെയ്ത് ആളുകൾക്ക് കൊടുക്കും. ആ ജോലി നമ്മൾ ഈ സമയത്ത് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. പിന്നെ ബാബ പറയാണ് പൂർണ്ണമായ സമർപ്പണം ബാബയിൽ ചെയ്യും. അപ്പൊ പിന്നെ ദേഹാഭിമാനം ഉണ്ടാകും. നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന അഹങ്കാരം കൊണ്ട് ബാബ തൽക്കാലം ചിലപ്പോൾ ജയം നേടാൻ പറ്റും, പക്ഷെ ആത്യന്തികമായ തോൽവിയായിരിക്കും അതിൽ ഉണ്ടാകും. പിന്നെ എന്താ പറയുന്നത്? എല്ലാം നല്ലതാണ്. ബാബർ ഒന്നിനോടും പ്രത്യേകിച്ച് ഇച്ഛയൊന്നും വയ്ക്കണ്ട. ഇച്ഛ ഉണ്ടെങ്കിൽ ബാബ പറഞ്ഞു അത് ചെറിയൊരു ദേഹാഭിമാനത്തിന്റെ തന്നെ ഒരു അടയാളമാണ് കിടക്കുന്നത്. അതുകൊണ്ട് ഒന്നിനോടും ഇച്ഛയില്ലാതെ ബാബ പറയണു അച്ഛ എന്ന് പറയുന്നതിൽ പോലും എന്തോ ഒരു ഇച്ഛ കിടപ്പുണ്ടെന്ന് മനസ്സിലാക്കി അതുപോലും മനസ്സിൽ നിന്നും ഇല്ലാണ്ടാക്കി. ഓം ശാന്തി. നമുക്ക് ഒരുമിച്ച് ബാബ